പാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും. ഇത് അത്ഭുതങ്ങളുടെ സമയമാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പ്രവൃത്തി നടക്കുന്ന സമയമാണ്. നമുക്കിന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. തുടർച്ചയായി നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തായിരുന്നു. ഒരനുഗ്രഹിക്കപ്പെട്ട സന്തോഷ വാർത്ത കൂടെ പറഞ്ഞിരുന്നു. കർത്താവ് വീണ്ടും ഒരനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ ദൈവം നൽകുവാൻ ഇടയായി തീർന്നു. കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം, എനിക്കിതിപ്പോൾ എല്ലാവരോടും പറയുക എന്നുള്ളത് നമുക്കിപ്പം അസാധ്യമായ കാര്യമാണ്. കാര്യം 10,000, 2,000, 3,000 നമുക്ക് ഈ സൂമിലും യൂട്യൂബിലും ദിവസവും എന്നെ കേൾക്കുന്ന ആൾക്കാരുണ്ട്. ദിവസവും ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ ആഗ്രഹം വ്യക്തിപരമായിട്ട് എല്ലാവരോടും പറയണമെന്നാണെങ്കിലും നമുക്കറിയാം അത് ശാശ്വതമല്ലാത്തത് കൊണ്ട്, ശാശ്വതമല്ല, അത് നടക്കാൻ കഴിയാത്തൊരു കാര്യമായതുകൊണ്ട് ഞാൻ ഒന്നിച്ച് ഗ്രൂപ്പിലോട്ടിട്ടു. അപ്പോൾ ഒത്തിരി പേര് പ്രാർത്ഥിച്ചവരുണ്ട്, ആഗ്രഹിച്ചവരുണ്ട്. ഇന്ന് അവർക്കെല്ലാം എനിക്ക് കുറച്ച് ആൾക്കാർക്ക് എല്ലാവർക്കും മറുപടി കൊടുക്കാൻ പറ്റിയില്ല. എങ്കിലും കഴിയുന്നവർക്ക് മറുപടി കൊടുത്ത്, മറുപടി കിട്ടിയില്ലെങ്കിൽ സങ്കടപ്പെടരുത്. ബ്രദർ നോക്കാഞ്ഞിട്ടല്ല, നിങ്ങളെപ്പോലെ അനേക ആളുകൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് കൃപയാൽ എനിക്ക് റിപ്ലൈ എപ്പോഴേലും ഞാൻ നോക്കി വരുന്നുണ്ട്. എപ്പോഴേലും റിപ്ലൈ തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവകൃപയാൽ ദൈവം നമ്മളെ വർദ്ധിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഒരാൾക്കൊരു റിപ്ലൈ കൊടുത്ത് മറുപടി കൊടുക്കാൻ കഴിയാത്ത, നമുക്ക് സമയമില്ലാത്ത മാത്രമല്ല, ദൈവം വർദ്ധിപ്പിച്ചത് കൊണ്ട് അതൊരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കൂട്ടുന്നു. കർത്താവ് നമ്മളെ വർദ്ധിപ്പിക്കുന്നല്ലോ. ദൈവം നമ്മളെ എല്ലാ മേഖലയിലും സാക്ഷ്യമാക്കി മാറ്റുന്നല്ലോ. ദൈവം നമ്മളെ അനേകർക്ക് ഒരു സാക്ഷ്യവും വളർച്ചയുമായിട്ട് മാറ്റുന്നല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ടാണ് 2 ദിവസമായിട്ട് നമുക്ക് പ്രാർത്ഥന ഇല്ലാഞ്ഞത്. മുന്നോട്ട് വീണ്ടും കർത്താവും പ്രാർത്ഥനയില്ലെന്നല്ല, സൂമിലില്ലെന്ന് മാത്രമുള്ളായിരുന്നു, യൂട്യൂബിലുണ്ടായിരുന്നു. എങ്കിലും കർത്താവിൻ്റെ കൃപയാൽ അത് ഞാൻ ഇപ്പോഴും പറഞ്ഞ പോലെ ഒരു ദിവസം പോലും അത് മുടങ്ങാതെ 1 or 2 പ്രാവശ്യങ്ങളിലല്ലാതെ നമുക്ക് തമ്പുരാൻ തുടർമാനമായിട്ട് ഒന്നില്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും അത് ദൈവം തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ കൃപ തരുന്നു. ദൈവം പിന്നെയും നടത്തും. ഉയർച്ച തന്നെ നമ്മൾ പ്രാപിക്കത്തുള്ളൂ. നമ്മൾ താഴേക്ക് പോകത്തില്ല, അത്ഭുതമായി തീരും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പം മറുപടി ഇന്ന് പ്രാർത്ഥിച്ചവർക്ക് വീണ്ടും ഞാൻ നന്ദി പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് മറുപടി അയക്കും എന്ന് ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. എങ്കിലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. തലമുറകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരൊക്കെ വിശ്വസിച്ചോണം. ദൈവം എനിക്ക് തലമുറയെ തരും, ദൈവം മാനിക്കും. ബൈബിൾ പറയുന്ന യഹോവ തരുന്ന അവകാശമാണ്, ദാനമല്ല, അവകാശമാണ് തലമുറ. അപ്പം അവകാശം നമ്മൾ പ്രാപിക്കുന്നവരാണ്. ആമേൻ. നമുക്ക് പിന്നെയും പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കർത്താവിൻ്റെ വചനം നിങ്ങൾ കേൾക്കുന്നല്ലോ. ഇന്നലെ കേട്ട വചനം, അതായത് യൂട്യൂബിലാണെങ്കിലും വചനം കേട്ടല്ലോ. കേട്ട വചനം ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? നാവിന്റെ മേലാണ് ജീവന്റെയും മരണത്തിന്റെ അധികാരം വരിക്കുന്നത്. ആ നാവ് കൊണ്ട് അനുഗ്രഹങ്ങളെ നമ്മൾ പ്രഖ്യാപിക്കണം. കുതിരയെ കടിഞ്ഞാനിട്ട പോലെ. ആമേൻ. അതെ, നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു നാവിന്റെ അധികാരത്തെ പറ്റി കേൾക്കാൻ ഇടയായി തീർന്നു. ഒരു കുതിരയ്ക്ക് കടിഞ്ഞാനിടുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നാവിനെ നമുക്ക് കടിഞ്ഞാനിട്ട് നിയന്ത്രിക്കാൻ കഴിയും, അല്ലേ? നമ്മൾ അതിനെ അനുഗ്രഹത്തിനായിട്ട് ഉപയോഗിക്കുക. തുടക്കത്തിൽ തന്നെ നമുക്ക് 1-2 സാക്ഷ്യങ്ങളൊന്ന് കേൾക്കാം. ഞാനിപ്പോൾ നമുക്ക് കിട്ടുന്ന സാക്ഷ്യം നമ്മുടെ പ്രെയർ ലൈനിലേക്ക് സഹോദരങ്ങൾക്ക് അയച്ചു കൊടുത്ത സാക്ഷ്യമാണ്. പ്ലേ ചെയ്യുമ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ബ്രദറെ സ്തോത്രം. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ കേൾപ്പിച്ചത്? കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ. എനിക്ക് തോന്നുന്നത് യൂട്യൂബിലും കേൾക്കുന്നവരൊന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനിവിടെ പ്ലേ ചെയ്യുകയാണ് സാക്ഷ്യങ്ങൾ. 2 സാക്ഷ്യം നമുക്കൊന്ന് കേൾക്കാം. ബ്രദറെ സ്തോത്രം. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബ്രദറെ, എൻ്റെ മകള് രക്ഷിക്കപ്പെട്ടിട്ടില്ല. അവള് വളരെയേറെ കടഭാരത്തിൽ ബുദ്ധിമുട്ട് പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അവൾ ഭയങ്കരമായിട്ട് കടഭാരത്തിൽ ബുദ്ധിമുട്ട് എന്നെ വിളിച്ച് സങ്കടങ്ങൾ പറയുമായിരുന്നു ബ്രദറെ. അങ്ങനെ ഞാൻ ബ്രദർ പറഞ്ഞ കുറേ വചനങ്ങൾ എൻ്റെ മകൾക്ക് ഞാൻ കൊടുത്തു. ആ വചനം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ മകൾ അത് പറഞ്ഞ് പ്രാർത്ഥിച്ചു ബ്രദറെ. അങ്ങനെ ഇന്നലെ ഇപ്പോൾ അവൾക്ക് അത്യാവശ്യമായിട്ട് ഒരാൾക്ക് കുറച്ച് പൈസ കൊടുക്കാനത് അത്യാവശ്യമായിരുന്നു. അവൾക്കൊരു വഴിയുമില്ലെന്ന് എവിടെയൊക്കെ ചോദിച്ചിട്ട് കിട്ടിയതുമില്ല. ഒരു വഴിയുമില്ലാതെ അവൾ ഭാരപ്പെട്ടിരുന്ന സമയത്ത് അവൾ ബ്രദർ പറഞ്ഞ ആ വചനം പറഞ്ഞ് അവൾ പ്രാർത്ഥിച്ചു. യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്കൊരു മുട്ടും ഉണ്ടാവുകയില്ല എന്ന് പറയുന്ന വചനം പറഞ്ഞ് എൻ്റെ മകൾ പ്രാർത്ഥിച്ചു ബ്രദർ. അത്ഭുതമെന്ന് പറയട്ടെ ബ്രദറെ. അന്ന് വൈകിട്ട് വെറുതെ അവളൊന്ന് അവളുടെ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ
3000 ചില്ലറ രൂപ അക്കൗണ്ടിൽ വന്ന് കിടക്കുന്നു ബ്രദറെ. അത് ആരയച്ചെന്നോ എങ്ങനെ അയച്ചെന്നോ ഒന്നും അവർക്കറിയത്തില്ല. ടെക്സ്റ്റ് മെസ്സേജിൽ എവിടെ നിന്ന് വന്നെന്നുള്ളത് പോലും ഒരു മെസ്സേജിലില്ല. അവിടെ കോളേജിൽ നിന്നാണോ അതേ അവൾ വർക്ക് ചെയ്ത സ്ഥലത്തു നിന്നാണോ കൂട്ടുകാരികൾ അയച്ചതെന്നോ ഒരു തെളിവും അതിലില്ല ബ്രദറെ. അത്ഭുതമൊന്നും പറഞ്ഞാൽ മതി. അവളുടെ പ്രശ്നത്തിൻ്റെ മേൽ അവൾ കർത്താവിനോട് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അത്ഭുതം ചെയ്തു കർത്താവ്. അവൾക്ക് അവിടെ അക്കൗണ്ടിൽ മിറക്കിൾ മണി ഉണ്ടായി ബ്രദറെ. അത് അവൾക്കൊരു വലിയൊരു സാക്ഷ്യം അവൾ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അത് ഞാൻ ബ്രദറിനോട് പറയുന്നു ബ്രദറെ. പക്ഷെ ആ വചനത്തിൽ അവിടെ ശക്തി ഉണ്ടായി. കർത്താവ് അവിടെ അത്ഭുതം ചെയ്തു. എൻ്റെ ദൈവത്തിന് ഞാൻ മഹത്വം കൊടുക്കുന്നു. ആമേൻ. വർഗീസ് ബ്രദറെ, 3 ദിവസം മുമ്പ് മറ്റോ നിഖിൽ ബ്രദർ പറഞ്ഞായിരുന്നു, ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരു സഹോദരിക്ക് ഷീജ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉള്ളവരുടെ മകന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, എനിക്ക് ഷീജ എന്നൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അത് എനിക്കാണെന്ന് അങ്ങ് തോന്നിയില്ല. ആ സമയത്ത് നല്ല മനസ്സിലത് വെച്ചു. പിറ്റേ ദിവസം വിളിക്കാമെന്ന് ഓർത്തു, പക്ഷേ വിളിക്കാൻ പറ്റിയില്ല. സോ ആ ഫാമിലിയിൽ ഷീജയുടെ ഹസ്ബൻഡ് മരിച്ച്, മൂത്ത മകൻ ഇപ്പോൾ ACCA കഴിഞ്ഞ് ജോലിക്കൊക്കെ കയറി അങ്ങനെ ഇരിക്കുന്ന സമയം. അപ്പോൾ എല്ലാം കണ്ടൻ്റായിട്ടിരിക്കുന്ന സമയമാണെന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ ഇന്നലെ ആ കുട്ടിയുടെ മിസ് കോൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ കർത്താവിനോട് ഞാൻ പറഞ്ഞു, ഇത് ഷീജയാണെങ്കിൽ എന്നെ ലീഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഷീജയുടെ കോൾ ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ഞാനിങ്ങനെ ഒരു പ്രയറിലിരിക്കുമ്പോൾ ആ ബ്രദർ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ ഫ്രണ്ട് ഷീജ അവരുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്തെങ്കിലും അങ്ങനെ പ്രയർ ആവശ്യങ്ങളുണ്ടോ അവനെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അവർ ജോലിയിൽ ഭയങ്കര എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ട്, മാറണം, ഭയങ്കര ഡിപ്രഷനിലാണ് മകൻ. അപ്പോൾ അവിടെയൊക്കെ വലിയ ജോലിയും വലിയ വിസയും ഒക്കെ കിട്ടുന്നത് അപ്പന്മാരുടെ അല്ലെങ്കിൽ ഫാമിലിയുടെ വിസയിലുള്ളവർക്കാണ്. ഈ കുട്ടിയുടെ അച്ഛൻ മരിച്ചു പോയല്ലോ, അങ്ങനെ അവന് ഭയങ്കര സങ്കടം. 3 times ഹയർ സാലറിയാണ് അച്ഛൻ്റെ വിസയിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവർ കൊടുക്കുന്നത്. ഇവന് കിട്ടുന്നത് 3000 ദിർഹംസ്, 3500 ദിർഹംസ് ആണെങ്കിൽ അപ്പൻ്റെ വിസയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് 9000 ദിർഹംസ് ആണ്. അപ്പോൾ അതൊരു വലിയ ഗ്യാപ്പാണല്ലോ. അവനങ്ങ് ഭയങ്കര ഡിപ്രഷൻ അടിച്ചിരിക്കുമായിരുന്നു. അല്ലെങ്കിൽ എല്ലാം സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരുന്ന കുട്ടിയായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത് സിസ്റ്ററിൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ വിടുതൽ വന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണെന്ന് പറഞ്ഞു. ഇനി ഇതിനിപ്പോൾ നന്ദി കർത്താവേ, ഇന്ന് നിങ്ങൾ 2 സാക്ഷ്യങ്ങളും കേട്ടത് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേര് ആ സാക്ഷ്യം രണ്ടും കേട്ടു? എത്ര പേരുണ്ട് സാക്ഷ്യങ്ങൾ കേട്ടവര്? 2 സാക്ഷ്യങ്ങളാണ്. അതിൻ്റെ അത് 2 കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ്. നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം കേൾക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഏത് കാര്യമായിക്കോട്ടെ, അത് ആ സഹോദരി ആദ്യം പറഞ്ഞ സാക്ഷ്യത്തിൻ്റെ അകത്ത് ഒരു മിറക്കിൾ മണി. ഇപ്പം മിറക്കിൾ മണി എന്നുള്ള വാക്ക് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. കടഭാരത്തിന് വേണ്ടിയൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടായിരുന്നു. നമ്മൾ ഈ ലോകത്തിൻ്റെ അകത്ത് നിന്ന് ചിന്തിക്കുന്നവരാകരുത് എപ്പോഴും. ഈ ലോകത്തിൻ്റെ അകത്ത് നിന്ന് ആകരുതെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സഹോദരി പറഞ്ഞു മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. മോള് ഒരു വിശ്വാസത്തിൽ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയോ വചനം കേൾക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, പക്ഷെ ഒത്തിരി വിഷയത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഒത്തിരി കടഭാരമുണ്ട്. കടഭാരം എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങളാണ് അതുകൊണ്ട് കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ വചനം, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ കൊണ്ട് ഉപയോഗിക്കുന്ന പല വചനങ്ങളിലൊരു വചനം ആ സഹോദരി എടുത്തു പറഞ്ഞു. മിറക്കിൾ മണി ഉണ്ടാകുമെന്ന് അവർ വിശ്വസിച്ചു. നോക്കിയോണം, സ്ഥിരം പ്രാർത്ഥനയ്ക്ക് കയറുന്ന പോലും വല്ല ആളല്ല. പക്ഷെ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, കർത്താവിൻ്റെ നാമത്തിൽ അക്കൗണ്ടിലേക്ക് ആ പണം വരുവാൻ ഇടയായത്. നമുക്കറിയാം, നിങ്ങളിപ്പം കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കുന്നവരുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ വിതയ്ക്കുന്ന സമയത്ത് എനിക്ക് ഓരോ ആൾ വിതയ്ക്കുമ്പോഴും അതിൻ്റെ അകത്ത് ഇങ്ങനെ ബാങ്കിൽ നിന്ന് മെസ്സേജ് വരും, ഇന്നയാൾ എന്നുള്ളത്. അപ്പോൾ ആ സൗകര്യം പറഞ്ഞാൽ എവിടുന്ന് വന്നെന്നോ, ഏത് അക്കൗണ്ടിൽ നിന്ന് വന്നെന്നോ, എവിടുന്ന് വന്നോ ഒരു മെസ്സേജോ ഒരു ഡീറ്റെയിൽസോ ഇല്ല. നമുക്കറിയാം, ഒരു പൈസ നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ അത് എവിടുന്നാന്നുള്ളത് മൊബൈലിൽ കാണാൻ പറ്റും അല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഇതൊന്നും അവിടെ ഇല്ല. അക്കൗണ്ടിൽ പൈസ വന്നു എന്ന് മാത്രം പറയാൻ ഇടയായി തീർന്നു. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പറയാറുണ്ട്, ദൈവത്തെ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ദൈവം ഏത് വഴിയും തുറക്കും. മിറക്കിൾ മണി എന്ന് പറയാൻ കാരണം അത്ഭുതകരമായി നന്മയുണ്ടാവും, വർധനവോ ദൈവം ഉണ്ടാവും.
കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അനുഗ്രഹത്തിൽ നിന്നാണ് വരുന്നത്. അല്ലാതെ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ദൈവം മാജിക്ക് കാണിക്കുമല്ല, നിങ്ങളുടെ അവകാശത്തിൻ്റെ മേലാണ് പ്രവർത്തിക്കുന്നത്. രണ്ടാമത് ആ സഹോദരി പറഞ്ഞ സാക്ഷ്യവും അത് ഞാനത് എടുത്ത് കേൾപ്പിക്കാൻ ഒരു കാരണം അത് വെച്ച് കഴിഞ്ഞാൽ, ആ സഹോദരി കഴിഞ്ഞ ദിവസം പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയാൻ ഇടയായി തീർന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഷീജ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൂട്ടുകാരി ഷീജയുണ്ട്. ആ ഷീജയുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയുന്നത്, ഒരു വ്യക്തിയെ കർത്താവ് ആ ഷീജയായിട്ട് ബന്ധപ്പെട്ടൊരു മകന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് കാണിക്കുന്നു. ദൈവം വലിയൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പോകുന്നു പറഞ്ഞു. അപ്പോൾ ആ സഹോദരി ഓർത്ത്, ഒത്തിരി ഷീജമാരുണ്ടല്ലോ, ഒത്തിരി കൂട്ടുകാരുണ്ടല്ലോ എന്നിങ്ങനെ, ഞാൻ തന്നെ ആണെങ്കിൽ കർത്താവ് എനിക്കൊരു അടയാളത്തെ കർത്താവ് ചെയ്യണമെന്ന് ചോദിച്ചു. അന്ന് എൻ്റെ പിറ്റേ ദിവസം തന്നെ, അങ്ങനെ വിളിക്കുന്ന ഒരാളല്ല, പെട്ടെന്ന് ആ ഷീജ അങ്ങനെ പതിവില്ലാതെ ഇങ്ങോട്ട് വിളിച്ച സമയത്ത് പറഞ്ഞ ഒരു പ്രാർത്ഥനയെ കേട്ടതാണ് ഈ കാര്യങ്ങൾ. അപ്പം ഇതേപോലെ ആ സഹോദരി പറഞ്ഞ് ഞാൻ കേട്ടപ്പോൾ ഇങ്ങനെ ഒരു മോന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാം, എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായി വലിയ ഡിപ്രഷനിലൂടെ കടന്നു. അപ്പോൾ നമ്മൾ എനിക്ക് ഡിപ്രഷൻ വലിയ രോഗമാണ്. ഡിപ്രഷൻ വലിയ രോഗമാണ്. എനിക്കറിയാവുന്ന ഈ ലോകത്തിൽ നമ്മൾ നോക്കിയാൽ ഡിപ്രഷൻ കാരണം മരിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ് ലോകത്തിൽ. ഡിപ്രഷൻ നിമിത്തം ആളുകൾ മരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. ഡിപ്രഷൻ മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കും. ചെറിയൊരു കാര്യമല്ല. നമ്മൾക്ക് ഡിപ്രഷൻ എന്നാ പാട്. ഡിപ്രഷൻ എന്ന് പറഞ്ഞ സംഭവം അതൊരു പൈശാചികമാണ്. ഒരു വ്യക്തിയെ നിരാശപ്പെടുത്തി അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സഹോദരിക്ക് പറഞ്ഞു, അപ്പം നിങ്ങൾക്ക് കേൾക്കുന്ന ഓരോ ആലോചനകളും വളരെ സീരിയസ് ആയിരിക്കണം. ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ അടയാളം ശ്രദ്ധിക്കണം. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതെങ്കിൽ ദൈവം നമുക്കിങ്ങനെ അനുവദിക്കുന്നതാണ് ഓരോ അവകാശങ്ങൾ. ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ, ഞാൻ ആദ്യ സമയങ്ങളിൽ നമ്മൾ ഇന്ന് ഈ കാണുന്ന യൂട്യൂബിലും ഫേസ്ബുക്കിലും ഈ കണ്ട ആളുകളെ എല്ലാം കർത്താവ് കൂട്ടി വരുത്തുന്നതിൻ്റെ പിന്നിൽ ഞാൻ വെറും ഒരു എന്താ പറയുന്നത്, ഒരു വാട്സാപ്പ് മെസ്സേജിൽ വെറുതെ ഒരു വോയിസ് റെക്കോർഡ് എല്ലാവരെയും പ്രാർത്ഥിച്ച് തുടങ്ങിയതാണ്. ഒരു ചെറിയ വോയിസ് റെക്കോർഡ്, 1 മിനിറ്റ് പോലും ഇല്ലാത്തൊരു വോയിസ് റെക്കോർഡ് എല്ലാ ദിവസവും അയക്കുമായിരുന്നു. ഇന്ന് ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ പലപ്പോഴും സമയപരിമിതി കൊണ്ടൊക്കെ നടക്കാതെ പോകുന്നതാണ്. പിന്നീട് അത് ഫേസ്ബുക്കിൽ ചെറിയ രീതിയിൽ 1, 2, 3 പേരൊക്കെ ഉള്ളായിരുന്നു, കാണത്തുള്ളായിരുന്നു. ആലോചിച്ച് നോക്കി, ഇവിടെ ദൈവദാസന്മാരെ കുറ്റം പറയുന്ന വീഡിയോയ്ക്ക് മില്യൺ കണക്കിന് വ്യൂവേഴ്സാണ് കിട്ടുന്നത്. പക്ഷേ നമ്മൾ 1, 2 വ്യൂവേഴ്സ്. പക്ഷേ ദൈവം തന്നതിനെ നമ്മൾ അനുസരണയോടെ ചെയ്യുമ്പോൾ പിന്നത്തേതിൽ മാനിക്കുന്നൊരു ദൈവമുണ്ട്. ആത്മീയമായും ഭൗതികമായും മാനിക്കുന്നൊരു ദൈവമുണ്ട്. അപ്പോൾ ഓരോ ആലോചന കേൾക്കുമ്പം ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ എന്തിനാ ബ്രദറെ, എൻ്റെ കാര്യമൊന്നുമല്ലോ, പക്ഷേ പ്രതിഫലം ഉണ്ട് കേട്ടോ. ഒരാൾക്കൊരാലോചന വെളിപ്പെടുമ്പോൾ എവിടെയും ഇരിക്കുന്ന ഒരു ബ്രദർ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളെയോ നിങ്ങളുടെ ജീവിതത്തെ തൊടുമ്പോൾ അത് നിസ്സാരമല്ല. അത് നമ്മൾ ആരെയും നിങ്ങൾ നോക്കരുത്. കർത്താവ് അതിൻ്റെ മേൽ പ്രവർത്തിപ്പാൻ ശക്തനാണ്. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം അത്ഭുത മന്ത്രിയാണ്. കർത്താവ് വീരനാം ദൈവമാണ്. നമുക്ക് വേണ്ടി വീര്യപ്രവർത്തികളെ ചെയ്യുന്ന കർത്താവാണ്. ആമേൻ. നമുക്കിന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി വലിയ പ്രവർത്തികളെ ചെയ്യുന്ന കർത്താവാണ്. നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. അപ്പോൾ ഒന്നും നിസ്സാരമല്ല. നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ കാര്യങ്ങളും നിസ്സാരമല്ല. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യുമല്ലോ. അപ്പം നിങ്ങൾ കേട്ട 2 സാക്ഷ്യങ്ങളും ഈ ദിവസങ്ങളിൽ കടഭാരത്തിൻ്റെ അകത്ത് ഭാരപ്പെടുന്ന ആളുകൾ കേട്ടോണം മിറക്കിൾ മണി ഉണ്ടാകും. അനാവശ്യത്തിന് വേണ്ടിയൊന്നുമല്ല. ദൈവം നമുക്ക് ചുമ്മാ എനിക്ക് 100 കോടിത 1000 കോടിത 10,000 കോടിത എന്ന് പറയാൻ വേണ്ടിയല്ല. നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഇപ്പോൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന വ്യക്തി, ഇന്നൊന്നും ചെയ്യത്തില്ലാത്തൊരു വ്യക്തിക്ക് തന്നിട്ടും പ്രയോജനമൊന്നുമില്ല. ഒരു മിറക്കിൾ മണിയായിട്ട് ദൈവം തരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് എന്താണ് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത്? കർത്താവിന് വേണ്ടി ബ്രദറെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ, അതുകൊണ്ടാണ് അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കാം. അതുകൊണ്ട് ഞാൻ പറയാം, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കാം. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഓർക്കുമായിരുന്നു, കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ഒരു സൂമിൽ 2, 3 പേരോ അല്ലെങ്കിൽ ആരും ചിരിച്ചൊരു റിപ്ലൈ പോലും അയക്കാറില്ല. ഫേസ്ബുക്കിലോ യൂട്യൂബിലൊക്കെ ഇടുമ്പോൾ 2, 3 പേര് കാണുമ്പോൾ അന്നത് നിർത്തിയിട്ട് വേണേ തോന്നാം അല്ലേ? പലരും നമുക്കറിയാം 2, 3 പേർക്ക് വേണ്ടി എന്തിനാ വെറുതെ ഒരു പ്രാർത്ഥന വെക്കുന്നത്? അന്ന് നിർത്തിയിട്ട് പോയിരുന്നെങ്കിൽ ഇന്ന് അനേകരെ തൊടുന്ന പരിശുദ്ധാത്മാവിൻ്റെ വചനത്തെ പ്രഘോഷിക്കുവാൻ, ഇന്ന് അനേകർക്ക് വേണ്ടി സുവിശേഷം പറയുവാൻ ദൈവം നമ്മളെ ആക്കി വെച്ചതിൻ്റെ പിന്നിൽ അല്പം തന്നുള്ളെങ്കിലും അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്നുള്ള ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. ആമേൻ. സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ കൂട്ടിവരുത്തട്ടെ. അപ്പം എല്ലാ മേഖലയും ഓർത്തോണം, അല്പത്തിൽ വിശ്വസ്തനായിരിക്കണേ. മറന്നു പോകല്ലേ. നമുക്ക് ലഭിച്ചിരിക്കുന്ന അല്പമേ ഉള്ളെങ്കിലും വില കൊടുക്കണം. നമ്മൾ വില കൊടുത്തവർക്ക് മാത്രമേ വില പിടിപ്പുള്ളത് നേടാൻ കഴിയത്തുള്ളൂ കേട്ടോ. ദൈവസന്നിധിയിൽ വില കൊടുക്കണം.
കർത്താവിന്റെ ശിഷ്യന്മാർ വള്ളവും വലയൊക്കെ ഇട്ടേച്ച് വന്നതുകൊണ്ടാണ് നമുക്ക് ഇന്ന് സുവിശേഷം കിട്ടിയത്. അല്ലെങ്കിലോ അവർ വള്ളവും വലയൊക്കെ ആയിട്ട് മീൻ പിടിക്കാൻ പോരുന്നെങ്കിൽ അവർ യെരൂശലേമിന്റെ അപ്പുറത്തേക്ക് പോകത്തില്ല. അവർ എന്ത് ചെയ്തു? കർത്താവിന് വേണ്ടി വില കൊടുത്തു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് പോകാം. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആമേൻ. പത്രോസ്ലീഹയുടെ ലേഖനമായിരുന്നല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു വന്നത്. അതിന്റെ ബാക്കി ഭാഗം കേൾക്കാം. പത്രോസ്ലീഹയുടെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് സഹിക്കുന്നതിൽ നന്ന്. ഇപ്പൊ ഇവിടെ കഷ്ടം എന്നുള്ള വാക്ക് എപ്പോൾ വന്നാലും ഓർത്തോണം, സുവിശേഷം നിമിത്തമുള്ള കഷ്ടത്തെ പറ്റിയാണ് പത്രോസ്ലീഹ പറയുന്നത്. പ്രത്യേകിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ യെരൂശലേം ദേവാലയത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യേശുവിലേക്ക് വന്ന വ്യക്തികളെ കണ്ടാൽ അവരെന്ത്, ഇന്ന് നമുക്കറിയാം, ഇന്നും യഹൂദൻ, ഞാൻ നിങ്ങളൊരു വീഡിയോ കൊണ്ട് ക്രിസ്ത്യൻ വിശ്വാസത്തിലുള്ള ആളുകൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് യഹൂദന്മാരായ ആളുകൾ അവരെ തുപ്പുന്ന വീഡിയോ യൂട്യൂബിൽ ഇപ്പോഴും കിടപ്പുണ്ട് ഈ കാലഘട്ടത്തിൽ. അവർക്ക് ഇന്ന് ഇത്രയും വെറുപ്പുകൾ അവർക്കുണ്ടായിരുന്നെങ്കിൽ അന്നത്തെ കാലത്ത് പിന്നെ പറയണോ? അവർക്ക് എല്ലാം ചെയ്യാൻ ലൈസൻസ് ഉണ്ട്. കല്ലെറിഞ്ഞ് കൊല്ലണോ കൊല്ലാം, എങ്ങനെ വേണേലും കൊല്ലാൻ പറ്റുന്ന ഒരു കാലഘട്ടം ഓർത്തോണേ. ഇന്ന് അവർ പബ്ലിക്കായിട്ട് യേശുക്രിസ്തുവിനെ ഉയർത്തുന്നവരെ തുപ്പാൻ മടി അവർക്കില്ലെങ്കിൽ അന്നത്തെ കാലത്തിൽ വളരെ രീതിയിൽ അവരെന്ത് ചെയ്തു? അപ്പം സുവിശേഷത്തിലേക്ക് വരുന്ന ആൾക്കാരെ വീടിൻ്റെ അകത്ത് പോലും കയറ്റാത്തൊരു കാലഘട്ടം അന്നത്തെ കാലത്തുണ്ടായ പത്രോസ്ലീഹ പറയാണ്, നിങ്ങൾ കഷ്ടം സഹിക്കുന്നു എങ്കിൽ. അപ്പൊ ഈ കഷ്ടം ഏതാണ്? വീട്ടിൽ അരിമടിക്കാൻ ഇല്ലാത്ത കാര്യമല്ല ഈ പറയുന്നത്. നിങ്ങൾ പ്രതിസന്ധിക്കാതെ തകർന്ന കഷ്ടത്തെ പറ്റിയല്ല പറയുന്നത്. സുവിശേഷം നിമിത്തം അവർ വലിയ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയെന്നിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കർത്താവിന്റെ നാമത്തിൽ സുവിശേഷവുമായിട്ട് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഒരു അഡ്രസ്സും ഇല്ല. ഇന്നും ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല. ഇന്ന് നിങ്ങൾക്ക് നിഖിൽ ബ്രദർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ബ്രദർ സൂം മീറ്റിങ്ങിലുണ്ട്, അവിടെയുണ്ട്, ഇവിടെയുണ്ട്, അവിടെയുണ്ട്. ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ഒന്നുമില്ലാത്തൊരു സീറോ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒത്തിരി ചോദ്യങ്ങൾ എനിക്കുണ്ടാവും. ഇന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല ആൾക്കാർ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമുക്കൊരു വിശാലത തന്നതുകൊണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ചോദ്യങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ ഇറങ്ങി എല്ലാം വിട്ടേച്ച് ഇറങ്ങി കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് സുവിശേഷവുമായിട്ട് നിൽക്കുമ്പോൾ ഒത്തിരി ചോദ്യമുണ്ട്. ഒത്തിരി മുമ്പിൽ നമുക്ക് ചലഞ്ചുകൾ വരുമ്പോഴേക്കും ഒരു കാര്യം ഉറപ്പാണ്, ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുന്നവൻ ഭാഗ്യവാനാണ്. ആമേ. നോക്കി, അപ്പൊ കർത്താവിന്റെ നാമത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ബൈബിൾ പറയുന്നു, ഈ കഷ്ടം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ കഷ്ടമല്ല, സുവിശേഷം നിമിത്തമുള്ള കഷ്ടത്തെ പറ്റി പത്രോസ്ലീഹ നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ മുഴുവൻ പത്രോസ്ലീഹ ആരംഭിക്കുന്നത് തന്നെ യഹൂദയിൽ നിന്ന് രക്ഷയിലേക്ക് വന്നവരെ ബലപ്പെടുത്താൻ വേണ്ടിയാണ്. നമുക്ക് ഇതൊരു അനുഗ്രഹമാണ്. എന്നിട്ട് പറയുകയാണ്, ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, ആത്മാവിൽ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. അപ്പോൾ യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ടപ്പോൾ നേരെ പാതാളത്തിൽ പോയിട്ട് അന്ന് മുമ്പേ മരിച്ചിരിക്കുന്ന എല്ലാവർക്കും അവസരം കൊടുത്തു, സുവിശേഷത്തിൽ വിശ്വസിക്കാൻ അവസരം കൊടുത്തു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, അതിന്റെ താഴേക്ക് വരുമ്പോൾ നോക്കിക്കേ, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിലൂടെ രക്ഷ പ്രാപിച്ചു. അതായത് നമുക്കറിയാം, നോഹയുടെ കാലത്തിൽ 8 പേർ, നോഹയുടെ കുടുംബമല്ലാതെ ഉൽപ്പത്തി പുസ്തകത്തിൽ വേറെ ആരും എന്ത് ചെയ്തില്ല, പ്രളയത്താൽ അവരെല്ലാവരും നശിച്ചു പോകാൻ ഇടയായി തീർന്നു. എന്നിട്ട് പറയണം, വെള്ളത്താൽ അവരെന്ത് ചെയ്തു? രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിനൊരു മുൻകുറി. നോക്കിക്കേ, സ്നാനത്തിനൊരു മുൻകുറിയാണ്. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതല്ല, ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കുള്ള അപേക്ഷയ്ക്കായിട്ട് യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ നമ്മയും രക്ഷിക്കുന്നത്. നോക്കിയേ, സ്നാനം ഒരു മുൻകുറിയാണ്. നോക്കിയ ഇവിടെ പറയുന്ന സ്നാനത്തിന്റെ മുൻകുറിയാണ് നോഹയുടെ കാലഘട്ടം. അപ്പൊ ഞാൻ അവിടെ എപ്പോഴും ഒത്തിരി ആൾക്കാരുണ്ട് ചോദിക്കും, ബ്രദറെ, ഈ വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയെങ്കിൽ മാത്രമേ ബൈബിൾ പ്രകാരം സ്നാനം നടക്കത്തുള്ളൂ എന്ന് ചോദിക്കും. ചിലർ പറയും വെള്ളം തളിച്ചാൽ പോരെ. അല്ല, നിങ്ങൾ നോക്കി വചനം നോക്കി, നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെ തന്നെയാണെന്ന് ചെക്കിക്ക്. അത് POC ആയിക്കോട്ടെ, സത്യവേദ പുസ്തകം ആയിക്കോട്ടെ, NAV KJV ഏതും ആയിക്കോട്ടെ, എല്ലാം എടുത്ത് നോക്കിക്കേ. സ്നാനം ഒരു മുൻകുറിയാണ്. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതല്ല. അപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നത് വെള്ളം തളിക്കുന്നതാണോ അതോ കുളിക്കുന്നതാണോ? ഏതാവത്ത് ജഡത്തിന്റെ അഴുക്ക് നമ്മൾ കളയുന്നത്? എങ്ങനെ ജഡത്തിലെ നമ്മുടെ ശരീരത്തിന്റെ അഴുക്ക് കളയുന്നത്? കുളിക്കുമ്പോഴാണോ വെള്ളം തളിക്കുമ്പോഴാണോ? അതുകൊണ്ടാണ് ബൈബിൾ ഇവിടെ സ്നാനം എന്നൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എവിടെ നോക്കിയാലും കാണാൻ പറ്റും, യേശുക്രിസ്തു യോർദാനിൽ സ്നാനപ്പെട്ടു.
ആമേൻ. ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ ഈ സ്നാനം എന്ന പദം തളിക്കുക എന്നല്ല, ജഡത്തിന്റെ അഴുക്ക് കളയുന്നതല്ല സ്നാനം. പകരം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായിട്ട് അപേക്ഷിക്കുക അത്രേ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനം നമ്മെ രക്ഷിക്കുന്നത്. എന്നിട്ടാണ് അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു, ദൂതന്മാരും അധികാരങ്ങളും ശക്തിക്കും അവൻ കീഴ്പ്പെട്ടുമിരിക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇപ്പൊ നിങ്ങളെ ഞാൻ പറഞ്ഞ ദൈവത്തിന് ചില പ്രത്യേകതകളുണ്ട്. നമ്മൾ ഈ അനുസരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ബൈബിളിൽ കർത്താവ്, നമ്മൾ ചിന്തിക്കും കർത്താവ് ഒരു കുഞ്ഞാടിനെ പോലെ ബൈബിളിൽ പ്രസന്റ് ചെയ്യുന്നെങ്കിലും കർത്താവ് പലയിടങ്ങളിൽ ചാട്ടവാർ എടുത്തിട്ടുണ്ട്. പലയിടങ്ങളിൽ കർത്താവ് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. കർത്താവ് തന്റെ ശിഷ്യന്മാരെ തന്നെ ശകാരിക്കുന്നുണ്ട്. അപ്പം ഈ കർത്താവിന് നമ്മൾ പറഞ്ഞു അവൻ വക്രനോട് അവൻ വക്രനായി, നിഷ്കളങ്കനോട് നിഷ്കളങ്കനായി വെളിപ്പെടും. ബൈബിളിൽ വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് കൽപ്പന ഉണ്ടെങ്കിൽ അത് കൽപ്പനയാണ്. ഇത് അനുസരിച്ചാൽ അതിന്റെ അനുഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇപ്പം എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിശ്വാസവും എൻ്റെ വിശ്വാസത്തെയും ദൈവം മാനിച്ച് ദൈവം അവിടെ ഉറപ്പായിട്ടും ഒരു പ്രവൃത്തി ചെയ്യും. അതൊരിക്കലും നിങ്ങളുടെ പ്രൊട്ടക്ഷൻ അല്ല കേട്ടോ. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം പ്രൊട്ടക്ഷനാണ്. ദൈവം നമുക്ക് തരുന്ന സുരക്ഷിതത്വമുണ്ട്, സംരക്ഷണമുണ്ട്. അത് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, സാത്താൻ നിങ്ങളെ ആക്രമിക്കും. പിശാചിന് ഏതു നിമിഷവും നിങ്ങളുടെ വീട്ടിൽ കയറി വരാൻ പറ്റും. പിശാചിന് ഏത് നിമിഷവും നിങ്ങളെ തകർക്കാൻ പറ്റും. ഇനി രക്ഷിക്കപ്പെട്ടവരും എന്ത് ചെയ്യാൻ പറ്റും? ഈ വഴിയിൽ നിന്ന് മാറിപ്പോയാലും ഇത് നിങ്ങൾക്ക് സംഭവിക്കും. കേട്ടോണം. അപ്പൊ സ്നാനം എന്ന് പറയുന്നത് ജഡത്തിന്റെ അഴുക്ക് കളയുന്നതല്ല, ദൈവത്തോടുള്ള, നോക്കി ആ വാക്ക് നോക്കി, ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്ക് അത്രേ. നോക്കി ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, നമ്മൾ തൊട്ടുമുള്ളത്തെ വാക്യം വായിച്ചു വരുമ്പോഴേ ബൈബിൾ എപ്പോഴും മനസ്സിലാകത്തുള്ളൂ. ഒരു വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കല്ലേ. 18-ാമത്തെ വാക്യം നോക്കിക്കേ. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി. ഇപ്പം നമുക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിന്റെ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കുകയും ചെയ്യും. അപ്പൊ കർത്താവ് നമ്മളെ എന്ത് ചെയ്തു? നമ്മളെ ദൈവത്തോട് അടുപ്പിച്ചു. അപ്പൊ ദൈവത്തോട് അടുത്താൽ ഒരു ഗുണം എന്തുവാ? യാക്കോബിന്റെ ലേഖനത്തേക്ക് പറഞ്ഞു, നിങ്ങൾ ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ ദൈവം നിന്നോട് അടുത്ത് വരും, പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പൊ ദൈവത്തോട് അടുത്താൽ ഒരു ഗുണം എന്തുവാ? ഞാനിപ്പോ പറഞ്ഞ വചനപ്രകാരം, യാക്കോബിന്റെ ലേഖനപ്രകാരം എന്താ ഗുണം? ദൈവത്തോട് അടുത്താൽ രണ്ട് കാര്യമുണ്ട്. എന്തൊക്കെയൊന്ന് പറഞ്ഞേ. വിട്ടോടിപ്പോവും, ആമേൻ. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ ദൈവം നമ്മോട് അടുത്ത് വരും. ഇപ്പൊ രണ്ട് കാര്യം ശ്രദ്ധിച്ചോണേ. ദൈവത്തോട് നമ്മളെ അടുപ്പിച്ചു കർത്താവ്. അനുസരണത്തിലൂടെ നമ്മൾ അടുത്തോട്ട് ചെല്ലുക. എങ്ങനെയാ ദൈവത്തോട് നാം അടുത്ത് ചെല്ലുന്നത്? കർത്താവ് പറഞ്ഞ കൽപ്പന അനുസരിക്കുന്നതോടെ. ഞാൻ പറഞ്ഞില്ലേ, ദൈവം ചില കാര്യങ്ങളെ നമുക്ക് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. നമുക്ക് സൗജന്യമായി കോവിഡ് സമയത്തും മറ്റേതൊക്കെ വെള്ളപ്പൊക്ക സമയത്തും ഒക്കെ സർക്കാർ എന്ത് ചെയ്തു? നിങ്ങൾക്ക് സൗജന്യമായി അരിയും മറ്റു പച്ചക്കറികളും മറ്റു സാധനങ്ങളും ഒക്കെ തന്നു. ഞാൻ ചോദിച്ചോട്ടെ, അത് സൗജന്യമായിരുന്നുവെങ്കിൽ പോലും അമേരിക്കൻ പൗരനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തുള്ള വ്യക്തിക്കോ വേറെ ഏതെങ്കിലും രാജ്യക്കാരനോ അത് മേടിക്കാൻ പറ്റത്തില്ല. കാര്യം അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡോ ID പ്രൂഫോ കാണിക്കേണ്ടി വരും. ഇത് സൗജന്യമാണെങ്കിലും, ശ്രദ്ധിച്ചോ, സൗജന്യമാണെങ്കിലും ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? നിബന്ധനകളുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം. നിങ്ങൾക്ക് ഗവൺമെന്റ് ഒരു സാധനം ഫ്രീ ആയിട്ട് തരുമ്പോൾ നിങ്ങൾ ഈ രാജ്യത്തിലുള്ള വ്യക്തിയാണോ എന്നൊരു ചോദ്യം അവിടെ പ്രധാനപ്പെട്ടതാ. ഇപ്പൊ നിങ്ങൾ പറയുക, ആഫ്രിക്കക്കാരൻ ഒരു സുഹൃത്തിനോട് പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ ഫ്രീ ആയിട്ട് അരി കൊടുക്കുന്നു, വാ നമുക്ക് എല്ലാവർക്കും പോയി റേഷൻ കടയിൽ നിന്ന് മേടിക്കാം, മാവേലി സ്റ്റോറിൽ നിന്ന് മേടിക്കാന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കിട്ടും, പക്ഷെ ആ വ്യക്തിക്ക് എന്ത് ചെയ്യത്തില്ല. നിങ്ങൾ പറയും, എൻ്റെ സുഹൃത്താണ്, ഇവിടെ ഫ്രീ അല്ലേ സാധനം, പിന്നെ എന്നാ കൊടുക്കാൻ പറ്റാത്തത്? ഉടനെ പറയും പൗരത്വം. അത് വലിയ വിഷയമല്ലേ? ഇതേപോലെ തന്നെ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചുവെങ്കിലും, ക്രൂശിൽ തകർക്കപ്പെട്ടുവെങ്കിലും, ദൈവത്തോട് നമ്മെ അടുപ്പിച്ചുവെങ്കിലും, കർത്താവിന്റെ രക്ഷാപദ്ധതിയിലൂടെ അല്ലാതെ ആർക്കും അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വേണേൽ പ്രാർത്ഥിക്കാൻ വീട്ടിലിരുന്നുകൊണ്ട്, ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ അത് ഏത് മതത്തിൽപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കും, പക്ഷെ സംരക്ഷണം ലഭിക്കത്തില്ല. ഒന്നുകൂടെ ഞാൻ പറയാം.
എനിക്കിപ്പം വേണം എന്ത് ചെയ്യാം, റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന അരിയോ പച്ചക്കറിയോ ഗവൺമെന്റ് കൊടുക്കുന്ന ഫ്രീ ആയിട്ടോ എനിക്ക് വേണം എൻ്റെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാം. അതിപ്പോൾ ആഫ്രിക്കനോ അമേരിക്കനോ ഏതേലും രാജ്യക്കാരനോ സംസ്ഥാനക്കാരനോ എനിക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. എനിക്ക് കൊടുക്കാൻ പറ്റും അത്. പക്ഷെ അവൻ ഒരിക്കലും അത് അവകാശമാകത്തില്ല. ഇതാണ് പലപ്പോഴും യേശുവിനെ അറിയാത്ത വ്യക്തികൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പറയത്തില്ലേ, അവർക്ക് അത്ഭുതം നടക്കുന്നതിന്റെ കാര്യം അവരുടെ വിശ്വാസമല്ല, നിങ്ങളുടെ വിശ്വാസമാണ്. നിങ്ങളുടെ അനുഗ്രഹമാണ് അവരിലേക്ക് പകരപ്പെടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ അനുഗ്രഹമാണ് ആ വ്യക്തിയിലേക്ക് പകരപ്പെടുന്നത്. നിങ്ങൾ യേശുവിനെ അനുസരിച്ചത് കൊണ്ട് നിങ്ങളുടെ അനുസരണത്തെ മാനിച്ച് ദൈവം, നിങ്ങൾ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഇനി ഒരു വിശ്വാസം ഇല്ലെങ്കിൽ പോലും, ഞാൻ ചോദിച്ചോട്ടെ, മരിച്ചു കടന്ന് നാറ്റം വെച്ചിരിക്കുന്ന ലാസർ 4 ദിവസമായി മരിച്ചുപോയി. ലാസർ വിശ്വസിച്ചത് കൊണ്ടാണോ ഉയർത്തത്, അതോ യേശു വിശ്വസിച്ചത് കൊണ്ടാണോ ഉയർത്തത്? ഒന്ന് പറഞ്ഞു. ആമേൻ. നമുക്കറിയാം, യോപ്പ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നമുക്ക് തബീത എന്ന് പറയുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു, മരിച്ചുപോയി. പത്രോസ്ലീഹ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. മരിച്ചുപോയ ഡെഡ് ബോഡി വിശ്വസിച്ചത് കൊണ്ടാണോ അതോ പത്രോസ്ലീഹ വിശ്വസിച്ചത് കൊണ്ടാണോ ആ സഹോദരി എണീറ്റ് വന്നത്? ആമേൻ. അപ്പൊ ദൈവം മാനിക്കുന്നത് ആരെയാണ്? ദൈവത്തിന്റെ രക്ഷാപദ്ധതിയിലേക്കും യേശുവിലേക്കും വന്ന വ്യക്തികളെ ദൈവം മാനിക്കും. ദൈവം മാനിക്കും. തുടക്കത്തിൽ ആ സഹോദരി പറഞ്ഞ സാക്ഷ്യം കേട്ടായിരുന്നു, മകള് വിശ്വാസത്തിലുള്ള ആളല്ല, പക്ഷെ അമ്മ പറഞ്ഞു കൊടുത്തു. ഞങ്ങൾ സുവിശേഷം കേൾക്കുന്ന ബ്രദർ പറഞ്ഞു, യഹോവ നിന്റെ ഇടയനാകുന്നു, നിനക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല, നിനക്ക് വേണ്ടി മിറക്കിൾ മണി തുറക്കുമെന്ന് അമ്മ പറഞ്ഞു കൊടുത്തു. മോൾ എന്ത് ചെയ്തു? യേശുവിന്റെ നാമത്തിൽ അത് പ്രാർത്ഥിച്ചു. അവിടെ ഒരു മിറക്കിൾ മണി ഉണ്ടായെങ്കിൽ അത് മോളുടെ മിടുക്കല്ല, അമ്മയുടെ വിശ്വാസത്തെ പകർന്നു കൊടുത്ത വചനത്തിന്റെ ശക്തിയാണ് അവിടെ. ഇതാണ് അവിടെ പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒരു കുഴപ്പം എന്നാണെന്നറിയാവോ? പക്ഷെ നാളെ ഒരു വ്യക്തിക്ക് എടുത്തോട്ട് പിശാശ് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ, രക്ഷിക്കപ്പെട്ട വ്യക്തിയെ പിശാശിന് തൊടാൻ കഴിയത്തില്ല. ഇവിടെയാണ് വ്യത്യാസം. ഇവിടെയാണ് രക്ഷാ സ്നാനം ഇതിന്റെ പ്രാധാന്യം വരുന്നത്. അതായത് നാളെ യേശുക്രിസ്തു നമ്മെ ചേർക്കാൻ വേണ്ടി കർത്താവ് ആകാശവാനത്തിൽ വരുന്ന സമയത്ത് ബൈബിൾ പറയുന്നു, ജീവനോടെ ഇരിക്കുന്ന നിങ്ങൾ, ഇപ്പൊ യേശു വന്ന് കാഹളനാദം കേൾക്കും. ബൈബിളിൽ നമുക്കത് വരുന്ന ദിവസം എടുക്കുന്നുണ്ട് ഞാൻ. കർത്താവ് വന്നാൽ രക്ഷിക്കപ്പെട്ട് കൽപ്പന അനുസരിച്ച വ്യക്തി അങ്ങോട്ട് പോവുകയും, അല്ലാതെ അത്ഭുതം കണ്ട ആൾക്കാരെല്ലാം ഇവിടെ കിടക്കും. അത്ഭുതം വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ശ്രദ്ധിച്ചു കേട്ടോണേ. അത്ഭുതത്തിലല്ല നമ്മൾ നിലനിൽക്കേണ്ടത്, രക്ഷാ പദ്ധതിയിലോട്ട് കയറണം. ചിലപ്പോൾ അവിടെ നിന്ന കേൾക്കേണ്ടി, ഞാൻ പറഞ്ഞല്ലോ, യഹൂദൻ മതത്തിൽ നിന്നും അന്നത്തെ കാലഘട്ടത്തിൽ പത്രോസ്ലീഹ ഉൾപ്പെടെയുള്ള ആളുകൾ യേശുവിലേക്ക് വരുന്ന സമയത്ത് അവർ ഒറ്റപ്പെടുത്തും, അവർ തള്ളിക്കളയും, അവരെന്ത് ചെയ്യും? കാണുമ്പോഴെല്ലാം തുപ്പുകയും കല്ലെറിയുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യും. കല്യാണ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ആള് കൂടി നിങ്ങളെ ഇറക്കി വിടും അവര്, യഹൂദന്മാരെ. അത്രയും വലിയ പ്രതികൂലത്തിൽ പൗലോസ് പറയാം, നിങ്ങൾ കഷ്ടം, അതായത് നിങ്ങൾ നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നാ കുഴപ്പം? എടാ, നാളെ നിങ്ങൾ ഓർത്തോണം, ദൈവം നിന്നെ മാനിക്കും. നിങ്ങളെ കാര്യം എന്നറിയാവോ? ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിച്ചിരിക്കുന്നു. പണ്ട് നോഹ എന്താ ചെയ്തത്? നോഹ ആ കാലഘട്ടത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി, പ്രളയം വരുന്നുണ്ട്, പ്രളയം വരുന്നുണ്ട്. അന്നത്തെ കാലത്ത് നിങ്ങൾക്ക് അറിയാവോ, മഴ പെയ്തിട്ടില്ല. ബൈബിൾ പറയുന്ന, ഉൽപ്പത്തി പുസ്തകം പറയുന്നത്, നിലത്തുനിന്ന് മഞ്ഞ് പൊങ്ങിയാണ് നിലം നനച്ചുകൊണ്ടിരുന്നത്, മഴ പെയ്തിട്ടില്ല. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പറയാ, പിന്നെ ഇതുവരെ നമ്മൾ കാണാത്ത ആകാശത്ത് നിന്ന് ഇപ്പം ഞാൻ പറയുന്നു, ഈ എന്താ പറയുന്നത്, ഒരു സ്വർണ്ണമഴ, ഡയമണ്ടുകൾ പെയ്യാൻ പോകുന്നു പറഞ്ഞാൽ ലോകത്തിൽ ആരും വിശ്വസിക്കത്തില്ല. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മഴയെന്ന് പറഞ്ഞ സംഭവം ഇല്ല. ആകാശത്തുനിന്ന് മഴ പെയ്തിട്ടില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞ മഞ്ഞ് പൊങ്ങി വന്ന് നിലത്തെ നനച്ചു കൃഷി ചെയ്തുകൊണ്ടായിരുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നോഹ പറയുന്നു, മഴ വരുന്നു, മഴ വരുന്നു, മഴ വരുന്നു. ആൾക്കാരെല്ലാം പറഞ്ഞു, മഴയോ അതെന്തു സാധന? മഴ വരും, വെള്ളം പൊങ്ങും, പ്രളയം വരും, നിങ്ങളെല്ലാം മുങ്ങിപ്പോകും, കർത്താവിൽ വിശ്വസിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ആരും കേട്ടില്ല. നോഹയും 8 പേരും, അതായത് നോഹയുടെ കുടുംബമല്ലാതെ ആരും വിശ്വസിച്ചില്ല. അവര് മാത്രം പെട്ടകം ഉണ്ടാക്കി, അവര് പെട്ടകത്തെ കയറി എന്ത് ചെയ്തു? പോയി. മറ്റവരെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയി. ദൈവം ദുഷ്ടനായിട്ടല്ല, ദൈവം നമുക്ക് അവസരങ്ങളെ തരുമ്പോൾ, ദൈവം നമുക്ക് അവസരങ്ങൾ തരുമ്പോൾ അത് വലിയ 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 ഭാഗ്യമാണെന്ന് ഓർത്തോണം. കർത്താവിന്റെ നാമത്തിൽ ഇന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് വലിയ ഭാഗ്യമാണ്. ഇന്ന് സുവിശേഷം കേൾക്കാൻ, ബ്രദറെ ഞാൻ പേര് പറയും, സമയം ഉണ്ടെങ്കിലും പിന്നെയും കേൾക്കാന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നവരുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങൾ ഇപ്പൊ കാണിക്കുന്ന അനുസരണമാണ് നാളെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് സൂമിൽ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ചിലരുണ്ട് ടോയ്ലറ്റിൽ പേർത്ത് കേൾക്കുന്നവരുണ്ട്, ചുമ്മാ ഡിസ്റ്റർബൻസ് ആയിട്ട് കേൾക്കുന്നവരുണ്ട്. അല്ല, നിങ്ങൾ കേൾക്കേണ്ടത് മാന്യമായിട്ട് സുവിശേഷം കേൾക്കണം. വലിയ വില നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്റ്റോടെ സുവിശേഷം കേട്ടാൽ ആ മാന്യത നിങ്ങളുടെ മേൽ വരും.
ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കർത്താവിന്റെ ചില പ്രത്യേകതയുണ്ട്. അത് എന്നാൾ പറഞ്ഞായിരുന്നല്ലോ, അല്പത്തിൽ നിങ്ങൾ വിശ്വസ്തനായിരുന്നാൽ അധികത്തിൽ മാനിക്കുന്നൊരു ദൈവമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കർത്താവിന്റെ നാമത്തിൽ ലഭിച്ചതെന്നോ, ഞാൻ എപ്പോഴും പറയത്തില്ലേ ബ്രദറെ, എനിക്ക് കിട്ടിയതെന്നൊരു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് കസേര ഇടാൻ വേണ്ടിയാ. ഞാനാണെങ്കിൽ നാണം കെട്ട് എല്ലാവർക്കും കൊണ്ട് ഞാനാ കസേര ഇട്ടത്. നിങ്ങൾക്കറിയാവോ, എനിക്ക് വലിയ ഇഷ്ടമുള്ള ശുശ്രൂഷകളെല്ലാം ചെയ്യാൻ. ഇന്നും ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ തന്നെ. എനിക്ക് ഓടി വന്ന് കസേര ഇടുകയും ആ ബാനർ വലിച്ചു കെട്ടുന്നതും മൈക്ക് ഫിറ്റ് ചെയ്യുന്നതും ക്യാമറ ഫിറ്റ് ചെയ്യുന്നതും ഒക്കെ എനിക്ക് വലിയ സന്തോഷം ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന. അതാരും ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കി നിൽക്കത്തില്ല. ഞാൻ അവിടെ നിൽക്കട്ടെ, ഇപ്പൊ ഞാൻ വലിയ പ്രസംഗനാണല്ലോ, അവർ ചെയ്യട്ടെ എന്നല്ല. കാര്യം എനിക്കറിയാം ഇതിന്റെ അനുഗ്രഹം എൻ്റെ മേലും എൻ്റെ തലമുറകളുടെ മേലും വരും. തിന്നാലും കുടിച്ചാലും എല്ലാം സുവിശേഷ നിമിത്തമെന്ന് ബൈബിൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരു മാന്യതയാക്കി മാറ്റും. അപ്പൊ ഇവിടെ നോക്കിയേ, അന്ന് നോഹയുടെ കാലഘട്ടത്തിൽ നോക്കിയ വചനം നോക്കിയേ, അത് സ്നാനത്തിന് മുൻകുറിയായിരുന്നു നോഹയുടെ കാലഘട്ടം. അവർ രക്ഷ പ്രാപിച്ചതുപോലെ നമ്മയും രക്ഷിക്കുന്നു. അപ്പോൾ ഇതിവിടെ നോക്കിയാൽ ദൈവത്തിന്റെ പ്രൊട്ടക്ഷനാണ് രക്ഷിക്കപ്പെട്ടവർക്ക് ലഭിക്കുന്നത്. അടുത്ത വാക്യത്തിൽ പറഞ്ഞ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന ദൂതന്മാരും അധികാരികളും ശക്തിയും യേശുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പൊ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, ഒരു പിശാശിനോ ഇനി ലോകത്തിലെ ഏത് അധികാരം, മനുഷ്യന്റെ അധികാരമായിക്കോട്ടെ, കോടതിയോ പോലീസോ പിശാശോ ഏത് രാജ്യത്തിന്റെ നിയമമായിക്കോട്ടെ, നിങ്ങളുടെ മുമ്പിൽ മുട്ടുമുത്തും. നിങ്ങൾക്കതെല്ലാം അനുകൂലമായി. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഒരു വാക്ക് പറയും. ഒരു തലമുറയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഒരു നിയമത്തെ അനുകൂലമാക്കാൻ വേണ്ടി പോവാണ്. 1993 ജനിച്ച ആൺ തലമുറയ്ക്ക് വേണ്ടി ഒരു രാജ്യത്ത് അവൻ ഇട്ടേച്ചു പോകേണ്ട ഒരു അവസ്ഥയിൽ നിൽക്കുവാണ്. ദൈവം അവന് വേണ്ടി അനുകൂലമായി നിയമത്തിൻ്റെ അകത്ത് ഒരു ലുബോസ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ദൈവം അതിൻ്റെ അകത്ത് ഒരു അത്ഭുതത്തെ ചെയ്യാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. കർത്താവേ, ഇപ്പോൾ ദൈവപ്രവൃത്തി ആമേൻ പറഞ്ഞ തലമുറയ്ക്ക് വേണ്ടി ഏറ്റെടുത്തോണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിൻ്റെ അത്ഭുതം എന്ന മകന്റെ മേൽ വെളിപ്പെടുന്നല്ലോ. നന്ദി പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഷാരോൺ സൈമൺ എന്ന് പറയുന്ന ഒരു തലമുറ, ഷാരോൺ സൈമൺ, ഈ രണ്ട് വ്യക്തികളും അടങ്ങിയിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ തുറന്നു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ ഇന്ന് വ്യാപരിക്കുന്നല്ലോ. ദൈവത്തിന്റെ അത്ഭുതത്തെ ഇന്ന് തലമുറകളുടെ മേൽ, കുടുംബത്തിന്റെ മേൽ വ്യാപരിക്കുന്നല്ലോ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. താങ്ക് യു ജീസസ്. ഇന്ന് അധികാരത്തിനും ശക്തിക്കും സകലതും യേശുവിന്. അപ്പം രക്ഷ എന്ന് പറയുന്നത് ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതല്ല. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രാർത്ഥന വെക്കുമ്പോൾ അവിടെ വന്ന് കൂടുന്നതല്ല. കർത്താവിൻ്റെ കൽപ്പനയായ സ്നാനമേൽക്കണം. സ്നാനവും രക്ഷയിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? യേശുവിൻ്റെ ബാക്കിയെല്ലാം ദൈവം തരുമെന്നേ. ഞാൻ എങ്ങോട്ട് പലരും ചിന്തിക്കും, ബ്രദറെ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും, എൻ്റെ പിള്ളേരുടെ കാര്യം, എൻ്റെ കൊച്ചിൻ്റെ കാര്യം, ഇനി ഞാൻ ചത്തു കഴിഞ്ഞാൽ എവിടെ കൊണ്ട് അടക്കും? ഞാൻ ഒരു കാര്യം ചോദിക്കാം, ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടിയുള്ള മാർഗമാണ് ഞാൻ ഈ പറയുന്നത്. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനിലേക്ക് ഇത് കിട്ടിയാൽ ബാക്കി എല്ലാം കിട്ടും. നിങ്ങൾക്ക് ദൈവത്തിന്റെ സംരക്ഷണം ഇല്ല എങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾക്ക് പിശാചിന് ബൈബിൾ പറയുന്ന പോലെ അറക്കാനും മുടിക്കാനും. ബ്രദറെ, ഞാൻ എല്ലാ പ്രാർത്ഥനയ്ക്കും ബ്രദറെ ഓഫറിങ് കൊടുക്കുന്നുണ്ട്. ബ്രദറെ, ഞാൻ എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യാറുണ്ട് പ്രാർത്ഥനയ്ക്ക്. പക്ഷേ എനിക്ക് കർത്താവിന്റെ കൽപ്പന അനുസരിക്കാം. ബ്രദറെ, ഇപ്പൊ ബുദ്ധിമുട്ടാ, വേണ്ട. എന്തേലും സംഭവിച്ചാൽ, യേശുക്രിസ്തു നിങ്ങൾക്ക് ഇന്ന് പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങളുടെ ജീവിതം എന്ത് ചെയ്യണം? ഇവിടെ ജീവിക്കേണ്ടി വരും. പിന്നെ ജീവിക്കുന്നത് പിശാചിന്റെ വാഴ്ചയ്ക്കകത്താണ്. ആ കാലഘട്ടം ഇന്നത്തെക്കാളും ഒക്കെ ദുർഘടമായ കാലഘട്ടമാണ്. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പറഞ്ഞേക്കുന്നത്, സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതല്ല, ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള. അപ്പൊ ദൈവത്തോടുള്ള, നോക്കിയേ, ദൈവത്തോട്. അപ്പൊ അവിടെ ദൈവമായിട്ട് കണക്ട് ചെയ്യുക നമ്മളെ സ്നാനത്തിൽ. ദൈവമായിട്ടൊരു ബന്ധമുള്ളവൻ പിന്നെ ഏത് വ്യക്തി പ്രതികൂലമായിട്ട് നിങ്ങൾ പേടിക്കാനാണ്? എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവിനെ മറ്റൊരു കാര്യം കൂടെ പറയുക. ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പേപ്പറിന് വേണ്ടി ഈ ദിവസങ്ങളിൽ വല്ലാതെ നിങ്ങൾ ഒരു വ്യക്തിയുടെ മുമ്പിൽ കിടന്നിങ്ങനെ നാണം കെടുക.
ആ വ്യക്തിയാണെങ്കിൽ ആ ഓഫീസ് നിങ്ങളെ നിന്ദിച്ചുകൊണ്ടിരിക്കുക, ആ വ്യക്തി പലപ്പോഴും നിങ്ങളെ പരിഹസിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പറയും, ഇനി ആ വ്യക്തിയുടെ മുമ്പിൽ പോയിട്ട് നിങ്ങൾ കൈകൂപ്പി നിൽക്കേണ്ട, ദൈവസന്നിധിയിലോട്ട് കയറ്. എന്നിട്ട് പറ, ദൈവം എനിക്ക് അനുകൂലമായതുകൊണ്ട് ആ പേപ്പർ എനിക്ക് അനുകൂലം. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയും, അയാളുടെ നിന്ദയും അയാളുടെ പരിഹാസവും കേട്ടോണ്ട് നിൽക്കുക. പലപ്പോഴും അയാൾ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പലപ്പോഴും ഇൻസൾട്ട് ചെയ്യും, പലപ്പോഴും നിങ്ങളെ അവോയ്ഡ് ചെയ്യും, പലപ്പോഴും നിങ്ങളെ നിന്ദിച്ചുകൊണ്ടിരിക്കുക. ആ പേപ്പർ ആ വ്യക്തി ഡീൽ ചെയ്താൽ മാത്രമേ നടക്കത്തുള്ളൂ. നിങ്ങൾ അതുകൊണ്ട് പലപ്പോഴും കരഞ്ഞുകൊണ്ട് കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ വ്യക്തിയുടെ മുമ്പിൽ പോയിട്ട് നിങ്ങൾ പലപ്പോഴും നിന്നാ പാത്രമായിട്ട് മാറി. ഇനി അത് വേണ്ട കേട്ടോ. നമ്മൾ ആരുടെയും മുമ്പിൽ പോയി നിന്നയാകണ്ട. നിങ്ങൾ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണോ, ഇവിടെ നിങ്ങൾ നോക്കിയ സകല അധികാരത്തിനും ശക്തിക്കും യേശുവിന് മുമ്പിൽ കീഴ്പ്പെട്ടിരിക്കുക. ഇപ്പൊ ദൈവത്തെ വിളിക്കുന്നവന്റെ കാൽ കീഴിലാണ് സകല അധികാരങ്ങളും സകല ശക്തികളും. ഇതാണ് പ്രൊട്ടക്ഷൻ, ഹെവൻലി പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയത്തില്ല, വി ആർ ദ ചൂസൺ ജനറേഷൻ. നമ്മൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട തലമുറകളാണ്, ദൈവത്തിന്റെ ജനറേഷനാണ് നമ്മൾ. അപ്പൊ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പറഞ്ഞാൽ ഞാനൊരു സ്പെഷ്യൽ, അതുകൊണ്ട് 2 സാക്ഷ്യം ഞാൻ കേൾപ്പിച്ചില്ലേ. ഒരു മിറക്കിൾ എനിക്ക് വേണ്ടി, ഞാൻ വായ്പ മേടിക്കത്തില്ല, എനിക്ക് വേണ്ടി ദൈവം മിറക്കിൾ മണി എൻ്റെ അക്കൗണ്ടിൽ തുറക്കൂ എന്ന് പറഞ്ഞാൽ സ്വർഗം നിങ്ങളെ വിശ്വാസത്തെ മാനിക്കും. ഉറപ്പായിട്ടും ഞാൻ പറയുന്നു. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, കർത്താവിനോട് ചേരുന്ന വ്യക്തി, നമ്മൾ പലപ്പോഴും കേട്ടുകഴിഞ്ഞാൽ എന്നാൽ എപ്പോഴും പറഞ്ഞല്ലേ, യേശുവിനോട് ചേർന്ന കഷ്ടതയും ദുരിതം ഉണ്ടാകുന്ന പഠിപ്പീരുകൾ ലോകത്തുണ്ടാകും, അതിനെയൊക്കെ ബൈബിൾ വെട്ടിക്കളയുന്നു. ദൈവത്തോട് അടുത്ത് എന്നാൽ ദൈവം നിങ്ങളോട് അടുത്ത് വരും. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളായിട്ട് ഓടിപ്പോകും. തൊട്ടുമുഴുത്ത വാക്യം മറന്നു പോകരുതേ, ദൈവത്തോട് അടുത്ത് ഇല്ലെന്നവനെ പിശാചിന് തൊടാൻ കഴിയത്തില്ല. ആമേൻ. നമുക്ക് ഒരുമിച്ച് നിന്ന് നന്ദിയോടെ പറയാം. കർത്താവേ, ഞാൻ എല്ലാവരുടെയും മൈക്കുകൾ മ്യൂട്ട് ചെയ്യുവാണ്. ആലോചനയും അടയാളവും ഇടപെടുന്നവരുണ്ടെങ്കിൽ ഇതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കാര്യം എനിക്ക് എൻ്റെ ആഗ്രഹം, ഈ ആലോചന പറയുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പ്രതികരിക്കുന്നത് വളരെ സന്തോഷമാണെങ്കിലും എന്നാൽ പല ആളുകളും എന്ത് ചെയ്യാറില്ല, അത് മാനിക്കാറില്ല, അനാവശ്യമായി സംസാരിക്കുന്നുള്ളത് കൊണ്ട് ഓൾ മ്യൂട്ട് ചെയ്യുവാണ്. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ സൂമിലോ എന്നെ കാണുന്നവർ, രോഗികളായി ഭാരപ്പെടുന്നവർ, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവിൻ്റെ ആലോചന കേൾക്കുമ്പോൾ അടയാളങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങളുമായി ബന്ധപ്പെട്ടൊരു അടയാളം അതിൻ്റെ അകത്തുണ്ടെങ്കിൽ ആ പ്രവചന ആലോചന സ്വീകരിച്ചോണം. യേശുവേ നന്ദി കർത്താവേ, ഞങ്ങളിപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പാ, ദൈവത്തിന്റെ അത്ഭുത കരം ഇന്ന് കർത്താവേ ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഈ തമിഴ്നാടിൻ്റെ ഒരു തമിഴ് എഴുതിയേക്കുന്ന ഒരു കലണ്ടർ, അതിൻ്റെ അകത്ത് ഒരു ലേഡി, ഒരു തമിഴ്നാട്ടുകാരിയായ ഒരു വ്യക്തിയുടെ മെലിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ചിത്രം ആ ഒരു കലണ്ടറിലുണ്ട്. അതൊരു നമുക്കറിയാം, ഓരോരോ കൾച്ചറുകൾ കാണിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോരോ ചിത്രങ്ങൾ വെക്കുമല്ലോ, അതേപോലെ ഒരു ചിത്രമുള്ള തമിഴ്നാടിൻ്റെ തമിഴ് എഴുതിയേക്കുന്ന ഒരു കലണ്ടറാണ് വീടിൻ്റെ മുൻവശത്ത് തന്നെ തൂക്കിയിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ ചിത്രം അതിലുണ്ട്. മോഡലൊന്നുമല്ല വ്യക്തി, പക്ഷെ ഓരോ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ് എൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തെ കർത്താവിനെ സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ശരവണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവം ആ ഭവനത്തിലേക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷിയാക്കി നിങ്ങൾക്ക് വേണ്ടി ദൈവം ആ വ്യക്തിയെ അയക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ആ വ്യക്തിയായിട്ട് ഒരു ബന്ധവും ഇല്ലെങ്കിലും ഇനി ഉണ്ടെങ്കിലും കേട്ടോണം, അങ്ങനെ ഒരു വ്യക്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോകുന്നു. ഇന്ന് ഈ അടയാളമുള്ള ഭവനം ആരാണോ, സൂമിലോ യൂട്യൂബിലോ ആയിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ പ്രവചനാലോചനയെ സ്വീകരിച്ചാട്ടെ. ദൈവം അബ്രഹാമിൻ്റെ ഭവനത്തിൽ ദൂതനെ അയച്ചതുപോലെ കർത്താവ് നിങ്ങളുടെ ഭവനത്തിലേക്ക് ചിലരെ അനുഗ്രഹമാക്കി അയക്കാൻ വേണ്ടി പോവാണ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി പിതാവേ. ഞങ്ങളിപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ ബ്ലസ്സി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ പറയാം. ബ്ലസ്സി എന്നാണ് പേര് കാണിക്കുന്നത്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു കണ്ണാടി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ബ്ലസ്സിനെ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോകുന്നു പറയുന്നു. ആ ബ്ലസ്സിയുടെ പാസ്പോർട്ടിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോകുന്നു. 3 എന്ന് പറയുന്ന ഒരു നമ്പർ പാസ്പോർട്ടിൻ്റെ അകത്ത്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ എവിടെ എനിക്കറിയത്തില്ല, ആ ഒരു ഭാഗത്ത് 3 എന്ന് പറയുന്ന ഒരു സംഖ്യ അതിൻ്റെ അകത്ത് കാണുന്നു. ആ പാസ്പോർട്ടിലോട്ട് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞാട്ട്, ദൈവത്താൽ ഒരു യാത്ര ഞാൻ പോകാൻ വേണ്ടി പോവാണ്. ദൈവം തരുന്ന യാത്രയുണ്ട്, ദൈവത്താൽ അയക്കപ്പെടുന്ന യാത്രയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ.
കർത്താവിൻ്റെ വലിയ പ്രവൃത്തി. ദൈവം സൂക്ഷിച്ചില്ലെങ്കിൽ ഒന്നുമില്ല പ്രിയരെ. ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്കുള്ള. നമ്മൾ ഇന്നലെയും ഒരു വാർത്ത കേട്ടില്ലേ, എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ഉണ്ടായ അനർത്ഥം നമ്മൾ കേട്ടു അല്ലേ. എത്രയോ സന്തോഷത്തോടെ യാത്ര ചെയ്തവരാ, എത്രയോ സന്തോഷത്തോടെ അവർ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി അവർ യാത്ര പുറപ്പെട്ടവരാ. പക്ഷേ അവർക്ക് പറ്റിയില്ല. ഇന്ന് ലോകത്തിൽ നമുക്കറിയാം ഒരു പ്രൊട്ടക്ഷനും നമുക്കില്ല. ഏത് സമയത്തും എന്ത് സംഭവിക്കാം. ലോകത്തിൽ ഫ്ലൈറ്റ് ആയിക്കോട്ടെ, ബസ്സായിക്കോട്ടെ, കാറായിക്കോട്ടെ, നടക്കുന്നതായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ നമുക്കൊരു സുരക്ഷിതത്വമില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഒരനർത്ഥവും നിനക്ക് വരികയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ലെന്ന് ബൈബിൾ മാത്രമേ പറയുന്നുള്ളൂ. ഇത്രയും സെക്യൂറായിട്ട് നമ്മളെ നിർത്തുന്ന ഒരു സ്ഥലം വേറെയില്ല. യേശുവേ നന്ദി കർത്താവേ. ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെന്നാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു വാക്ക് പറയുകയാണ്. സജിമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ദൈവം തൊടുന്നു. ആ ഭവനത്തിൽ തന്നെ കുഞ്ഞുമോൻ എന്ന് വിളിക്കുന്ന ഒരു വിളിപ്പേരും ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. സജിമോൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനത്തിൽ കുഞ്ഞുമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരും കൂടെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കർത്താവ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് 73 എന്നൊരു നമ്പർ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ആ ഭവനത്തെ ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് നിറയട്ടെ. ചുറ്റുവട്ടത്തും ഇങ്ങനെ മരങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ ഭവനത്തിൻ്റെ മേൽ രക്ഷാ പദ്ധതികളുടെ നന്മകൾ തുറന്നു വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവ് ഇന്ന് യൂട്യൂബിലെ കാണുന്നവർക്ക് നിങ്ങൾക്ക് അവിടെ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ പ്രവേശിക്കാൻ പറ്റും. കമൻറ്റ് ബോക്സിൽ അതുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതുണ്ട്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ നന്മയായി തീരട്ടെ, നന്മയായി തീരട്ടെ, നന്മയായി തീരട്ടെ. പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇപ്പോൾ ഞാനത് തുറന്നു പ്രാർത്ഥിക്കുന്നപ്പോൾ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു ഷാർലറ്റിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുക. ആ ഭവനത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവേ നന്ദി കർത്താവേ. ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ദൈവം തൊടാൻ വേണ്ടി പോവുക. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ഒതുക്കിയിട്ട് കൊടുത്തുന്ന കർത്താവ് നിങ്ങളെ വളർത്താൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ ആലോചനയെ സ്വീകരിച്ചാട്ടെ. യേശുവേ നന്ദി കർത്താവേ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഇപ്പോൾ ഒരു ചിത്രം എന്നെ കാണിക്കുക. ഒരു 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 പെയിൻറ്റിങ് പോലെ, ഒരു കൊച്ചു വരച്ച പെയിൻറ്റിങ് പോലെ തന്നെ ഈ ഒരു മുതലയുടെ പടം ഒരു വീട്ടിലിങ്ങനെ പെയിൻറ് ചെയ്ത്, അതായത് ഒരു കൊച്ചു വരച്ചതുപോലെ ഇരിക്കുന്നത് ഞാൻ കാണുന്ന അങ്ങനെയാണ്. ഒരു കൊച്ചു വരച്ചതുപോലെ ഒരു പെയിൻറ് ചെയ്തിട്ട് മുതലയുടെ പടമാണ് വെച്ചിരിക്കുന്നത്. ആ ഒരു ചിത്രം അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ റോസ് കളറല്ല, പ്രത്യേകിച്ച് നമ്മൾ ഈ റോസ് പോലെ തന്നെ ഇരിക്കുന്നൊരു കളറുണ്ടല്ലോ, ഈ ഒരു പ്രത്യേക രീതിയിലുള്ള റോസ് അല്ല, റോസ് പോലെ തന്നെ ഇരിക്കുന്ന അതിനേക്കാൾ കുറച്ച് കട്ടിയുള്ളൊരു കളറാണ് ഞാൻ കാണുന്നത്. അതിലെന്തോ കുറിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു കളർ കൊണ്ട് തന്നെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൽ ആ തലമുറയ്ക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ദുഷ്ടൻ കവരത്തില്ല. കർത്താവ് ആ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു തെളിയിക്കത്തക്കവണ്ണം ദൈവം ചില അടയാളത്തെ വെളിപ്പെടുത്താൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിക്കായിട്ട് നന്ദി പറയുന്നപ്പോൾ, കർത്താവിൻ്റെ വലിയ മഹത്വത്തിനായി നന്ദി പറയുന്നപ്പോൾ, ഇങ്ങനൊരു വ്യക്തിയെ കർത്താവ് എൻ്റെ ഒരു അടയാളം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയെ കർത്താവ് കാണിക്കുന്ന സമയത്ത് ആ വ്യക്തിയാളെന്ന് കർത്താവ് തൊടാൻ വേണ്ടിയാണ്. ആ വ്യക്തിയുടെ മൊബൈലിൻ്റെ പുറകിലെ പൗച്ചിൽ ഒരു പഴയ സിമ്മും ഒരു മെമ്മറി കാർഡും ഒരു പൗച്ചിൻ്റെ പുറകിൽ വെച്ചിട്ടുണ്ട്. ഒരു പഴയ സിമ്മും ഒരു മെമ്മറി കാർഡും അതിൻ്റെ പുറകിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ ഒരു വ്യക്തിയെ കർത്താവിൻ്റെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു വാക്ക് പറഞ്ഞ കുടുംബത്തിൻ്റെ അകത്തുനിന്നും നന്മയ്ക്ക് വേണ്ടി ഒരു യാത്രയെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാന്നാണ് പറയുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ അനുഗ്രഹമായി തീരട്ടെ, സാക്ഷ്യമായി മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് എന്നെ മറ്റൊരു ഭവനം കാണിക്കുന്നു. വീടിൻ്റെ ഇടതുവശത്തായിട്ട്, അകത്തുനിന്ന് പുറത്തോട്ടിറങ്ങിയാൽ വീടിൻ്റെ ഇടതുവശത്തായിട്ട് വലിയൊരു പുളിമരം നിന്നിരുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ പുളിമരത്തിൽ ഇങ്ങനെ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇച്ചിരി കാലപ്പഴക്കം ചെന്നൊരു കാഴ്ചയാണ്. അതിലിങ്ങനെ
ഒരു ഊഞ്ഞാല് കെട്ടി ആടിക്കൊണ്ടിരിക്കുന്ന 2 ആൺതലമുറ ഉള്ള ഭവനമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇളയ തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകം അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോണം. അവനുമായി ബന്ധപ്പെട്ട് ചില കേസുകൾ കടത്തിവിടാൻ നോക്കുന്ന പിശാചിന്റെ സകല പ്രവൃത്തികളെയും ദൈവം എടുത്തു മാറ്റാൻ വേണ്ടി പോവാണ്. അവൻ മാനിക്കപ്പെടും. ആ കുടുംബത്തിന് തന്നെ ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റുമെന്ന് കർത്താവിനോട് പറയുന്നു. യേശുവേ നന്ദി കർത്താവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ തരകൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടുപേര് പോലെ കർത്താവ് തരകൻ എന്ന് പറയുന്ന ഒരു വീട്ടുപേര് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാപങ്ങൾ വിട്ടൊഴിയട്ടെ. ദൈവപ്രവർത്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തിക്ക് നന്ദിയപ്പ. 1961 മാർച്ച് മാസം 1 തീയതി ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ ദൈവം അയക്കുന്നു. എല്ലാ തകർച്ചകളെയും കർത്താവ് എടുത്തു മാറ്റുന്നു. ഇപ്പോൾ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ. ഞാനൊരു ശില്പ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ കാണിക്കുന്നു. ശില്പയ്ക്ക് ചുറ്റും 2 സഹോദരിമാരും കൂടെ ആ കുടുംബത്തിൻ്റെ അകത്തുണ്ട്. ഞാൻ ആ മകളെ 3 പേരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പരിഹാസങ്ങളും മാറിപ്പോകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പണ്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. നമുക്കറിയാം, യമഹായ്ക്ക് ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. ലിബ്ര എന്ന് പറയുന്നൊരു ബൈക്ക് ഉണ്ടായിരുന്നു. ആ ഒരു വണ്ടിയിൽ ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ വണ്ടി നമ്പറിൽ ഒരെണ്ണം 59 എന്നൊരു നമ്പർ. ആ വണ്ടിയൊക്കെ എനിക്ക് തോന്നുന്നത് കുറേ കാലം മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. കുറേ കാലം എന്ന് പറഞ്ഞാൽ അത് ഇറങ്ങിയ കാലഘട്ടം എനിക്ക് തോന്നുന്നത് കുറേ പഴയ ഒരു കാലഘട്ടമാണ്. ഒത്തിരി പഴയതല്ലെങ്കിൽ 2000-ന്റെ ആ സമയങ്ങളിലാണ്. ആ വണ്ടി നമ്പറിൽ 59 എന്നൊരു നമ്പർ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ കുടുംബത്തിൻ്റെ അകത്തുണ്ടായ ഒരു മരണം വീണ്ടും അതേപോലൊരു മരണം കുടുംബത്തിൽ സംഭവിക്കുമെന്ന് ദുഷ്ടൻ പ്ലാൻ ചെയ്യുന്നു. പക്ഷേ കർത്താവിൻ്റെ ഉള്ളത്തിൽ എന്നൊരു വാക്ക് പറയുന്നു, ഇല്ല, അനർത്ഥം ഭവനത്തിൽ കയറത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇന്ന് തന്നെ കുടുംബം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അന്വേഷിക്കുക. ആ വണ്ടിയുടെ കാര്യത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ദൈവം നിങ്ങളെ അത്ഭുതമാക്കാൻ വേണ്ടി പോകുന്നു. കർത്താവ് നിങ്ങളെ സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തിക്കായിട്ട് ഞങ്ങളെ തന്നെ ഇന്ന് വേർതിരിക്കുന്നപ്പ. രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എൻ്റെ രോഗം, എൻ്റെ വേദന, എൻ്റെ മുറിവുകൾ യേശു ക്രൂശിൽ. ഇന്ന് ചില ആൾക്കാർ എന്തൊക്കെയും ഈ ഷുഗറും പ്രഷറും ഒക്കെ അതൊക്കെ രോഗമാണ്. ക്യാൻസർ പോലെ തന്നെയുള്ള രോഗങ്ങളാണ് അതെല്ലാം. നമ്മുടെ ഏത് ചെറിയ രോഗമാണെന്ന് പറഞ്ഞാൽ ആരും മാറ്റി വെക്കരുത്. നമ്മുടെ അത് നമുക്ക് വലുതായി മാറാൻ സാധ്യതയുള്ളതാണ്. ലോകപ്രകാരം വിട്ടുകൊടുക്കരുത്. പറയണം, യേശു എൻ്റെ രോഗത്തെ വഹിച്ചതാണ്. മരുന്നില്ലാതെ ദിവ്യ ആരോഗ്യത്തോടെ. ഞാൻ നിങ്ങൾക്കറിയില്ല, ഞാൻ ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തി. എനിക്ക് അതില്ലാതെ പറ്റത്തില്ലാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ദൈവകൃപയാൽ ഇന്ന് 3 വർഷമായിട്ട് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. കാരണം അത് അന്ന് ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പനിയും ചുമയും വരുമ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് എന്ത് ചെയ്തു, എനിക്ക് തുമ്മലും എല്ലാം വരുമ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് ആൻറ്റിബയോട്ടിക്കും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് കഴിക്കുമായിരുന്നു. എന്നാൽ ഈ രാജ്യത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് കിട്ടാൻ വഴിയില്ല. പിന്നെ പ്രാർത്ഥനയെ വഴിയുള്ളൂ, വിശ്വാസമേ വഴിയുള്ളൂ. ഇന്ന് ദൈവകൃപയാൽ മാസത്തിൽ 2 പ്രാവശ്യം ഈ സിട്രിക്സനും അതും ഇതുമൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഇന്നത് കഴിക്കാതെ നിൽക്കാൻ കഴിയുന്നതിൻ്റെ കാരണം കഴിവല്ല, യേശുവിൻ്റെ മുറിവ് എൻ്റെ ആരോഗ്യമാണ്. കർത്താവിൻ്റെ മുറിവ് എൻ്റെ. അതുകൊണ്ട് ചെറുതായിട്ട് എന്ത് തോന്നിയാലും അത് വലുതാക്കാൻ പറ്റത്തില്ല. യേശുവിൻ്റെ മുറിവ് എൻ്റെ സൗഖ്യവും ആരോഗ്യവുമാണ്. നന്ദി കർത്താവേ. ഞാനൊരു ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ അകത്ത് ബന്ധപ്പെട്ട് എന്നെ ഒരു അക്കൗണ്ടിൻ്റെ അകത്ത് 916 എന്നൊരു നമ്പർ ഞാൻ അതിൻ്റെ അകത്ത് വായിച്ച് കാണുവാണ്. അക്കൗണ്ട് നമ്പർ 916. ഈ ആലോചന വെക്കുന്നവർ ഇപ്പം തന്നെ എഴുതി വെച്ചു. പിന്നെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഈ ആത്മാവിൻ്റെ ആ ഒരു ഫ്ലോയിൽ ഞാനത് ഓർത്ത് വെക്കത്തില്ല. ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ 916 എന്നൊരു പാസ്ബുക്കിൽ ഒരു നമ്പർ ഫെഡറൽ ബാങ്കിൻ്റെ ഞാൻ കാണുന്നു. ആ ബാങ്കിലോട്ട് മിറക്കിൾ മണികൾ ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ മാനിച്ച് അയക്കാൻ വേണ്ടി പോവാണ്. നന്ദി പിതാവേ. അതോടൊപ്പം തന്നെ സന്ദീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ദൈവം തൊടാൻ വേണ്ടി പോവാന്ന് പറയുന്നത് ദൈവം സാക്ഷ്യമാക്കി മാറ്റും, ദൈവം അത്ഭുതമാക്കി മാറ്റും. കർത്താവിൻ്റെ വലിയ പ്രവർത്തിക്കായിട്ട് ദൈവം വേർതിരിക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ,
ഞാനിപ്പോൾ പ്രാർത്ഥിച്ചെന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ ഓരോ വ്യക്തി ഇന്ന് രോഗസൗഖ്യം കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞ് കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്കിന്ന് സൗഖ്യം വന്നിരിക്കുന്നു. യേശു എൻ്റെ രോഗത്തെ വഹിച്ചിരിക്കുന്നു. കർത്താവ് എൻ്റെ വേദനകളെ ചുമന്നിരിക്കുന്നു. ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്. കർത്താവ് എൻ്റെ വിശ്വാസത്തെ മാനിക്കുന്ന ദൈവമാണ്. ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഇപ്പോൾ തന്നെ അത്ഭുതങ്ങളെ ദൈവം ചെയ്യുന്നല്ലോ. കർത്താവെ എനിക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നല്ലോ. ഇപ്പോൾ കർത്താവെ അത്ഭുതകരമായ പ്രവൃത്തികൾ ഇപ്പോൾ സംഭവിക്കട്ടെ. നന്ദി കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഈ സമയത്ത് നമുക്ക് കർത്താവിനകത്ത് കടഭാരത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഒരു നിമിഷം ഇന്ന് യേശുവിൻ്റെ നാമത്തെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന അപ്പം മിറക്കിൾ മണി ഉണ്ടാകട്ടെ. ആരോഗ്യം ഞങ്ങളുടെ അവകാശമാണപ്പം. അത്ഭുതം ഞങ്ങളുടെ അവകാശമാണപ്പം. മിറക്കിൾ മണി ഞങ്ങളുടെ അവകാശമാണപ്പം. ഈ ആരോഗ്യം ഞങ്ങളുടെ അവകാശമാണപ്പം. സകല വിഷയത്തിൻ്റെ മേൽ ജയം ഞങ്ങളുടെ അവകാശമാണപ്പം. കർത്താവെ, ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങളിത് വിശ്വസിച്ച് പറയുന്നപ്പാ. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആലോചന ഇടപെട്ടത് സൂമിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള സമയമാണ്. സൂമിലുണ്ടെങ്കിൽ ആലോചന കേട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാൻ ആഗ്രഹിക്കുന്നവർ ബാക്കിയുള്ളവരെല്ലാം നിങ്ങൾ മ്യൂട്ട് ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിമിഷം, ഞാൻ അതിന് മുമ്പായിട്ട് തന്നെ ഒരു സെക്കൻഡ്, ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവരെ ഒരു നിമിഷം സിസ്റ്റർ, ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചോട്ടെ. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ വ്യക്തിപരമായിട്ട് പലപ്പോഴും ദൈവം നമ്മളെ വർദ്ധിപ്പിച്ചതുകൊണ്ട് എല്ലാവർക്കും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, മറുപടി വ്യക്തിപരമായിട്ട് അഴിക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരുമിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, കർത്താവ് നമ്മളെ വർദ്ധിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ബ്രദറെ എന്നാൽ പിന്നെ മിറക്കിൾ മണി നമുക്ക് ഉപയോഗിച്ചാൽ പോരെ. പക്ഷെ നമുക്ക് ബൈബിൾ പറയുന്നു, ദൈവം എനിക്ക് തരുന്നത് ദൈവത്തിൽ നിന്ന് ഞാൻ മേടിച്ചതിന് വർത്താനം പറഞ്ഞാൽ കർത്താവിന് തരിക. ദൈവം എനിക്ക് തന്ന നന്മയിൽ നിന്നാണ് ഞാൻ വിതയ്ക്കുന്നത്. എന്തിനാണെന്നറിയാമോ? സുവിശേഷത്തിന് വേണ്ടി കിട്ടുന്ന അവസരമാണ് കർത്താവിന്റെ വേലയെ. ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി അത് വിതയ്ക്കാൻ കിട്ടുന്ന അവസരം പറയുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ ബിസിനസ്സിലായിക്കോട്ടെ തകരത്തില്ല, നശിക്കത്തില്ല. തുകയുടെ വലിപ്പമല്ല, ഇത്ര പിരിവല്ല, ബ്രദറിന് കൊടുക്കുവല്ല, ഒരു സഭയ്ക്കും കൊടുക്കുവല്ല. പക്ഷേ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ദശാംശങ്ങളായിക്കോട്ടെ, എല്ലാം കർത്താവിൻ്റെ നാമത്തിലായിക്കോട്ടെ. അത് ഒരു ബ്രദറിൻ്റെയിലും കണക്ക് കാണത്തില്ല, ഒരു സഭയിലും കണക്ക് കാണത്തില്ല. ഇനി ആര് കണക്ക് വെച്ചാലും വെച്ചില്ലെങ്കിലും കർത്താവ് വിധവയുടെ 2 അണയെ എടുത്തു പറയുന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ കണക്കുണ്ട്. സ്ഥലം പോരാതെ വണ്ണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നശിച്ചു പോകത്തില്ല, വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കുവാൻ ദൈവം നിങ്ങൾക്ക് സമൃദ്ധി തന്നു കഴിഞ്ഞിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ആർക്കെങ്കിലും സാക്ഷ്യങ്ങളുള്ള ദൈവത്തിന്റെ വലിയ യൂട്യൂബിലെ കാണുന്നവർ ചിലർ പറയുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ യൂട്യൂബിലെ സാക്ഷ്യങ്ങളൊക്കെ കൂടുതലും പറഞ്ഞ ചിലർ പറയും വീട്ടിൽ സ്വാതന്ത്ര്യമില്ലാത്തവരുണ്ട്. ബ്രദർ, എനിക്ക് വ്യക്തിപരമായിട്ട് സ്വാതന്ത്ര്യമില്ല. പലപ്പോഴും സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്ന ഭർത്താവും മക്കളും ഒക്കെ ഭയപ്പെടുന്നത്. ഇന്നു മുതൽ പാടി കർത്താവ് ഞങ്ങൾ സ്വാതന്ത്ര്യത്തോടെ പ്രാർത്ഥിക്കും. ഇവരാരും സ്വാതന്ത്ര്യമുള്ളവരല്ല. സൂമിൽ കയറുന്നവർ പലരും അവർ വില കൊടുത്ത് കയറുന്നവരാണ്. ഞാൻ നിങ്ങളെ കുറച്ച് കാണിക്കുമല്ല, പക്ഷേ എങ്കിലും പ്രാർത്ഥിക്കുക, ദൈവം മാനിക്കും. ഇന്ന് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം നാളെ മാന്യതയാക്കി മാറ്റും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, 93 ഒരു മോനെ തൊടണമെന്ന് പറഞ്ഞില്ലേ? 93 അത് എന്റെ മോൻ 93 ജനിച്ചതാ. യേശുവിന്റെ നാഥമായിട്ടുള്ള അവന് വേണ്ടി നിയമങ്ങളെ ദൈവം മാറ്റാൻ വേണ്ടി പോകുന്ന ഏതോ രാജ്യത്തിന്റെ അനുകൂലമായി പ്രവർത്തിക്കാൻ വേണ്ടി പോകട്ടോ. പറഞ്ഞു ഒരു ശില്പന്റെ കാര്യം പറഞ്ഞല്ലോ കേട്ടില്ല. 93 ആണ് എന്റെ ചേച്ചിയുടെ മകൻ. അവനും വിദേശത്ത് ഇങ്ങനെ ഒരു ഇതിലുള്ളത്. ഈ ദിവസങ്ങളിൽ ഒരേ ആലോചന ഒരേപോലെ വരുന്നുണ്ടെങ്കിൽ ഏറ്റെടുത്തോണം. രാജ്യത്തിന്റെ ഏതൊരു രാജ്യത്ത് ആ മകൻ നിൽക്കുന്ന രാജ്യത്തിന്റെ നിയമം ദൈവം അനുകൂലമാക്കി അവിടുന്ന് ഓടിപ്പോകാൻ വേണ്ടി നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. പക്ഷെ ദൈവം രാജ്യങ്ങളുടെ നിയമത്തെ അനുകൂലമാക്കാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത്. ഒരേ ആലോചന
ഒരേ ആമേൻ ബലം ആമേൻ ഏറ്റെടുക്കുന്നു പാസ്റ്ററെ കേട്ടോ. പാസ്റ്ററെ സ്തോത്രം. നീൽ ബ്രദറെ എനിക്ക് ശില്പ എന്ന് എന്റെ പറഞ്ഞ കുട്ടിയുടെ കാര്യം കൈക്ക് പറഞ്ഞില്ലേ? പറഞ്ഞു ഒരു ശില്പ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ ഇപ്പൊ ആ പാസ്റ്റർ? അതെ അത് അതെ നമ്മുടെ പറഞ്ഞു. ചർച്ചിൽ വരുന്ന ഒരു കുട്ടിയാണ്. രണ്ട് സഹോദരിമാരുണ്ടെന്ന് പറഞ്ഞത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള നമ്മുടെ ചർച്ചിൽ വരുന്നതാണ്. അത് ആ ശില്പ എന്ന് പറഞ്ഞ കുട്ടിക്ക് മക്കളില്ല. ഇതുവരെ കുറെ ഒത്തിരി വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ തലമുറകളില്ലാതെ അവർ ഭാരപ്പെട്ടിരിക്കുകയാണ്. ബാക്കി 2 സഹോദരങ്ങൾക്കും തലമുറകളുണ്ട്. ഞാൻ ഏറ്റെടുക്കുന്നു, ഞാൻ അവരോട് പറയുന്നതാണ്. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. അത് ഏറ്റെടുത്തു. യേശു അത്ഭുതങ്ങൾ ചെയ്യും കേട്ടോ. ഒരു ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തിന്റെ പേര് പറഞ്ഞില്ലേ, ഭർത്താവ് ഒരു തൊടുന്നു പറഞ്ഞില്ല, അതെന്റെ മോളെ ഭർത്താവാണ്. അതേപോലെ പിന്നെ സന്ദീപ് എന്ന് പറഞ്ഞൊരു കുട്ടീന്റെ പേര് ബ്രദർ പറഞ്ഞു, അത് എന്റെ അനുജന്റെ ഹസ്ബൻഡിന്റെ അനുജന്റെ മോനാണ്. അത് രണ്ടും ഞാൻ ഏറ്റെടുക്കുന്നു. ആമേൻ. ബ്രദറെ എന്റെ കൈക്ക് ബ്രദറെ ഒന്ന് പറഞ്ഞ കേൾക്കുന്നില്ലേ? ബ്രദറെ ഒന്ന് പറഞ്ഞ ബ്രദർ ഒന്ന് സാക്ഷ്യം പറഞ്ഞോട്ടെ. ഹലോ പറഞ്ഞു. ഹലോ ആ ബ്രദറെ എന്റെ കൈക്ക് വലത് കൈക്ക് പൊക്കാനും മേലെ അനക്കാനും മേലെ വളരെ വേദനയായിരുന്നു. ബ്രദർ കഴിഞ്ഞ ദിവസം പറഞ്ഞു പടലിയുടെ എവിടെ നിന്നൊരു വേദന വന്നു, ആ കൈക്ക് സൗഖ്യം വരുന്നു. എനിക്ക് പരിപൂർണ സൗഖ്യം കിട്ടി. പിന്നെ കഴിഞ്ഞ ദിവസം ബ്രദർ പറഞ്ഞു നൈറ്റി ഇട്ടുകൊണ്ട് വീടിനകത്ത് നടക്കുന്നു, ഇങ്ങനെ മാല പറഞ്ഞു, അത് ഭവനത്തിനുള്ളിൽ പോരാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കിതെല്ലാം എന്റെ അനുഭവമായിരുന്നു. എനിക്ക് വിടുതൽ കിട്ടി. ആമേൻ. കർത്താവ് എത്ര നാൾ സിസ്റ്റർ കൈക്ക് വേദനയുണ്ടായിരുന്നു ആന്റി? എത്ര നാളായിട്ട്? 2-3 മാസമായിട്ട് എനിക്ക് കൈ അനക്കാമല്ലോ, എടുത്ത കൈ കൊണ്ട് പിടിച്ചു മാറ്റണേ. ഇപ്പൊ എനിക്ക് കർത്താവ് സൗഖ്യം തോന്നി. ആമേൻ. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഇന്ന് കൈ അനക്കാൻ വയ്യാത്ത ബുദ്ധിമുട്ടായിരുന്നു. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നൈറ്റിയുടെ കാര്യം നൈറ്റി ഇട്ടോണ്ട് 2 ദിവസം മുമ്പ് ബ്രദർ പറഞ്ഞായിരുന്നു. 2 ദിവസം പറഞ്ഞത് ചുമന്ന നൈറ്റി ഇട്ട് ചെറിയൊരു മാല ഇട്ട് നടക്കുന്ന അത് പിന്നെ ബ്രദർ എന്റെ മോൻ ഗൾഫിൽ ഒരു കുരുക്കില്ല. പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതം ചെയ്യും കേട്ടോ. അത്ഭുതമാക്കി മാറ്റുവേ. ഗോഡ് ബ്ലസ് യു. ബ്രദറെ എന്തോ ഞാൻ പറഞ്ഞത് കേട്ടില്ലായിരുന്നു. ആർക്കെന്തോ കിട്ടിയിട്ടില്ല എന്റെ ആൻസർ ബ്രദറിന്റെ അടുത്തുനിന്ന്. ഇത് ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കർത്താവ് തൊടുന്നു, ദിലീപ് എന്ന വ്യക്തിയെ കർത്താവ് തൊടുന്നു പറഞ്ഞിട്ടില്ലേ, അതെന്റെ മോളെ ഭർത്താവാണ്. അത് ഞാൻ ഏറ്റെടുക്കുന്നു. അതേപോലെ സന്ദീപ് എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയെ തൊടുന്നു എന്ന് പറഞ്ഞാൽ അതെന്റെ അനുജന്റെ ഹസ്ബൻഡിന്റെ അനുജന്റെ മോനാണ്. ഇത് രണ്ടും ഞാൻ ഏറ്റെടുക്കുന്നു ബ്രദറെ. ബ്രദറെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞു സിസ്റ്റർ. ബ്രദറെ സജിമോൻ എന്ന് പറയുന്ന ഒരാളുടെ ഭവനത്തെ ഞാൻ കാണുന്നു. അവിടെ കുഞ്ഞുമോൻ എന്ന് പറയുന്ന ആളെ ആ കൂടെ കാണുന്നു എന്ന് പറഞ്ഞു. സജിമോൻ എന്റെ ഹസ്ബൻഡാണ്. കുഞ്ഞുമോൻ എന്ന് പറയുന്നത് എന്റെ പപ്പായുടെ പേരും കുഞ്ഞുമോൻ എന്നാ, എന്റെ അങ്കിളിന്റെ പേരും കുഞ്ഞുമോൻ എന്നാ. അപ്പം അത് തന്നെയല്ല ബ്രദർ പറഞ്ഞു, ചുറ്റും വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഭവനമാകുന്ന അത് എന്റെ ഭവനമാ ബ്രദറെ. ഞാനത് ഏറ്റെടുക്കുന്നു. എന്റെ ഹസ്ബൻഡ് തീരെ വയ്യാതിരിക്കുന്ന ഒരാളാ, നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ബ്രെയിനിൽ ഒരു ചെറിയ ക്ലോട്ട് ഉണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത്. ബ്രദർ പ്രാർത്ഥിക്കണേ. സിസ്റ്ററെ ഈ കാര്യങ്ങൾ വല്ലതും സിസ്റ്ററിനോട് പറഞ്ഞിട്ടുണ്ടോ? ഇനി സഹോദരിക്ക് വേണ്ടി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ഭവനം ഇരിക്കുന്ന സ്ഥലവോ ഈ ഭർത്താവിന്റെ പേരോ കുടുംബത്തിലുള്ളവരോ മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. ഈ സഹോദരിക്ക് വേണ്ടി മാത്രമാണ് ഈ ആലോചന ഇപ്പോൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. ഹസ്ബൻഡിന്റെ രോഗത്തെ യേശുവിന് കഴിയും കേട്ടോ. ഏത് ബ്രെയിനിലെ വിഷയമാണെങ്കിലും ഇപ്പോൾ ഓർത്തണം, മരിച്ച ശരീരത്തെ യേശുവിന് ലാസറേന്ന് വിളിച്ചപ്പോ പേര് വിളിച്ച് പുറത്തു കൊണ്ടുവരാൻ മരിച്ച ആളെ കഴിയുമെങ്കിൽ ജീവനുള്ളതിനെ സൗഖ്യമാക്കാൻ യേശുവിന് കഴിയും. മരിച്ചവരെ ഉയർപ്പിക്കുന്ന പറയണം, എന്റെ കർത്താവിന് മരിച്ചവരെ ഉയർപ്പിക്കാൻ ശക്തി ഉള്ളത് കൊണ്ട് ജീവനുള്ള ദൈവത്തെ വിളിക്കുന്ന ഞാൻ ജീവനുള്ള വ്യക്തിയെ സൗഖ്യമാക്കും എന്ന് എന്റെ ഹസ്ബൻഡ് പൂർണ്ണ സൗഖ്യമായിട്ട് ഞാൻ സാക്ഷ്യമാണെന്ന് വിശ്വസിക്കണം. ഈ ആലോചന ഏറ്റെടുത്തോണം. ആമേൻ പറഞ്ഞോണം. ദൈവം തൊടുക കേട്ടോ. കുഞ്ഞുമോൻ എന്റെ ഹസ്ബൻഡിന്റെ പേര് അല്ലേ? യേശുവിന്റെ നാമത്തിൽ സജിമോൻ ഭവനത്തിലുള്ള യേശുവിന്റെ നാമത്തിൽ ഇട്ടതോട് ആലോചന സ്വീകരിച്ചോണം. ഇന്ന് കർത്താവ് സജിമോനെയും തൊടും, കുഞ്ഞുമോനെയും ദൈവം തൊടും കേട്ടോ. ഈ സഹോദരിക്ക് വേണ്ടിയാണ് ഈ ആലോചന, മറ്റാർക്കുമല്ല. ഇത് കർത്താവിന്റെ വലിയ സാക്ഷ്യമാണ്. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ. പറഞ്ഞു. ഷാരോൺ സൈമൺ ബ്രദർ പറഞ്ഞത് എന്റെ മകളാണ്.
മകന്റെ വിഷയവും പറഞ്ഞായിരുന്നു. മകൻ UK-യിലാണ്. കഴിഞ്ഞ ദിവസം ബ്രദർ ആലോചന പറഞ്ഞായിരുന്നു, മകൻ അവിടെ നിന്ന് തിരിച്ചു വരാൻ ആഗ്രഹിച്ച് അവിടെ ഇട്ടേച്ചു പോരാനായിട്ടിരിക്കുക. എന്നാൽ അവിടെ ദൈവം അനുകൂലമായിട്ട് നിയമത്തെ മാറ്റുന്നെന്ന് ഇപ്പോൾ ദൂത് പറഞ്ഞു. ഈ 2 കുഞ്ഞുങ്ങളും എന്റെ മക്കളാണ്. ഈ ദൈവത്തിന് ഷാരോൺ നന്ദി. സൈമൺ ഉള്ളത് മോള്. ഓ കർത്താവ് വലിയ അത്ഭുതം ചെയ്യണം. ഈ പേര് വല്ല സിസ്റ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഷാരോൺ സൈമൺ എന്നാണ് മോളുടെ പേര്. ഇല്ല 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 ഉറപ്പല്ലേ? ഇല്ല എന്നാ ഉറപ്പാ. അമ്മയോട് പറയണം, കർത്താവ് പ്രവർത്തിക്കാൻ വേണ്ടി പോവാണ്. രാജ്യത്തിന്റെ നിയമത്തെ ദൈവം മാറ്റാൻ വേണ്ടി പോകുന്നു കേട്ടോ. നിയമം നമ്മുടെ കയ്യിലല്ല, പക്ഷെ ദൈവത്തിന്റെ അധികാരത്തിന്റെ അകത്താണ്. പ്രാർത്ഥിക്കുന്നവർക്ക് സ്വർഗം തുറക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ബ്രദറെ സാക്ഷ്യം പറഞ്ഞോട്ടെ. ബ്രദറെ പറഞ്ഞു സാക്ഷ്യം ബ്രദറെ പറഞ്ഞോട്ടെ. പറഞ്ഞു. ബുധനാഴ്ച ബ്രദറ് പൗളിൻ എന്നും പറഞ്ഞ് ഒരു ദൂത് പറഞ്ഞായിരുന്നു. പൗളിൻ എന്നാണ് പേര് പറഞ്ഞത്. അത് ഞാനാണ്. എന്റെ നിന്ദകളെല്ലാം മാറ്റി എന്നെ വിശാലതയിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞു. ആ ദൂതിനെ ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അത്ഭുതം ചെയ്യും. ഞാൻ നിങ്ങൾ ഓരോരുത്തരും സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ഒരുമിച്ചാണ് അൺമ്യൂട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വ്യക്തിപരമായിട്ട് മ്യൂട്ട് ചെയ്യുന്നതല്ല. ഒരാളൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യണം. ഒരേപോലെ സംസാരിക്കുമ്പോൾ ഇവിടെ സൗണ്ട് ക്ലാഷ് ആവും, നെറ്റ്വർക്ക് ജാം ആവുന്നുണ്ട്. അപ്പം മ്യൂട്ട് മാറ്റുമ്പോൾ ഒരാൾ പറയുമ്പോൾ കഴിവതും മറ്റേ ആളുകൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. കാര്യം സാക്ഷ്യം വിലപ്പെട്ടതാണ്. യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളാണ്. അത് മറ്റൊരു വ്യക്തിക്കും എനിക്കും എല്ലാവർക്കും വ്യക്തിപരമായ വിശ്വാസം വർദ്ധിക്കും. ഗോഡ് ബ്ലസ് യു. അടുത്ത ആളെന്ന് പറഞ്ഞാട്ടെ. ബ്രദറെ ഒരു സാക്ഷ്യം ബ്രദർ ഉണ്ടായിരുന്നേ. എൻ്റെ പേര് പറഞ്ഞു. ബെൻസൺ എന്നാണ്. ഞാൻ സൗത്ത് ആഫ്രിക്കയിലാണ്. ഉം, എൻ്റെ മമ്മി സ്ഥിരമായിട്ട് സൂം മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുന്ന ആളുമാണ്. ഉം, ബ്രദറെ 1.5 വർഷമായിട്ട് ഞാനിവിടെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു എക്സാം എഴുതാൻ ട്രൈ ചെയ്യുന്നു. 3-4 വട്ടം ഞാൻ എഴുതി. അത് എത്ര തിരിച്ചു മറിച്ച് പഠിച്ചാലും എഴുതിയിട്ട് വരുമ്പോഴത്തേക്കും അത് എന്താ പറയുക തോറ്റു പോവുകയായിരുന്നു. അപ്പം ഇപ്രാവശ്യം ഞാനത് മമ്മിയോട് പറഞ്ഞപ്പോഴത്തേക്കും മമ്മി അന്നും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മമ്മി ഇപ്രാവശ്യം പറഞ്ഞേടാ എന്നാൽ പിന്നെ ഈ പ്രാവശ്യം സാക്ഷ്യം പറയാമെന്ന് പറയാം, എല്ലാം ശരിയാകും. അപ്പം അന്ന് തൊട്ട് പിന്നെ അതും പഠിച്ച് ഇന്ന് എക്സാം ആയിരുന്നു എനിക്ക്. ഇന്ന് എക്സാം കഴിഞ്ഞ് എക്സാം തുടങ്ങിയപ്പോഴേ തന്നെ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. പഠിച്ചത് ഒന്ന് വേറെ, ക്വസ്റ്റ്യൻസ് വന്നത് വേറൊന്ന്. പക്ഷേ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം. അന്ന് അതിൻ്റെ ഇടയ്ക്കും ആ പരീക്ഷ ഇടയ്ക്ക് ഞാൻ പറഞ്ഞായിരുന്നു. ആ പരീക്ഷ കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ഞാനത് പാസ്സായി ബ്രദറെ. ആമേൻ. ഇത് പറഞ്ഞ അതെനിക്ക് വലിയൊരു സാക്ഷ്യത്തിനാണ് ബ്രദർ പറഞ്ഞത്. കാരണം വെച്ചാല് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമായിരുന്നു, പലപ്പോഴും നടന്നില്ല. പക്ഷെ ഒരു തീരുമാനം എടുത്ത് ഈ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയോ? എന്ന് ഇപ്പോൾ ശ്രദ്ധിച്ചു ബ്രദർ ഈ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് പറഞ്ഞത്, ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉള്ളവർക്ക് നമ്മൾ ദൈവത്തിന് മാന്യത കൊടുക്കുന്നതാണ് സാക്ഷ്യം. ജീവനുള്ള കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയുന്ന ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇപ്പൊ സഹോദരൻ തീരുമാനിച്ച് പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന പരീക്ഷയാണ്. ഈ എല്ലാ പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും പരാജയപ്പെട്ടു പോകുന്നതാണ്. പക്ഷേ അമ്മ പറഞ്ഞു നീ സാക്ഷ്യം പറയണം. അങ്ങനെ ഒരു തീരുമാനം എടുത്തു. പറഞ്ഞോളൂ തന്നെ എക്സാം കിട്ടിയപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ തന്നെ മനസ്സിലായത് മുഴുവൻ തിരിഞ്ഞുപോയി. പക്ഷെ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു കർത്താവെ കഴിയും. എന്ത് ചെയ്തു? സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വിപരീതമായിരിക്കാം, എല്ലാം വിപരീതമായിരിക്കാം, പക്ഷെ ഞാൻ ദൈവത്തെ മാനിക്കും, ദൈവത്തെ ഉയർത്തും, ദൈവനാമം ഉയർത്തുമെന്ന് വിശ്വസിച്ച ഒരാൾ പറഞ്ഞാൽ അവിടെ എന്ത് പ്രതികൂലമായിക്കോട്ടെ ദൈവം നിങ്ങളെ ഉയർത്തും. ഗോഡ് ബ്ലസ് യു ബ്രദറെ. അനേകർക്ക് ആ സൗത്ത് ആഫ്രിക്കയിൽ സാക്ഷ്യമായിക്കട്ടെ. ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, ആഫ്രിക്കൻ കൺട്രി എന്തെങ്കിലും ദൈവം അനുവദിച്ചാൽ നമുക്ക് കാണാം. ഗോഡ് ബ്ലസ് യു. ആയിരിക്കട്ടെ. ആമേൻ. ബ്രദറെ ഇന്നൊരു ആലോചന പറഞ്ഞായിരുന്നല്ലോ, 1993 ജനിച്ച ഒരു ആൺതലമുറയ്ക്ക് വേണ്ടിയിട്ട് വിദേശത്ത് ഒരു പേപ്പർ വർക്ക് നടക്കുന്നു എന്നുള്ളത്. വിസയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു മോന്. അത് ഇതുവരെ റെഡിയായി കിട്ടിയിട്ടില്ല. അതിനുള്ള സമയം ആവുകയും ചെയ്തു. ആമേൻ പറഞ്ഞ് ഈ പ്രവചനാലോചന എടുത്ത സിസ്റ്ററെ കർത്താവ് വഴി തുറക്കുക കേട്ടോ. ആയിക്കോട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഒരു അറിയിപ്പ് കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുന്നവർക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ കോൺടാക്ട് നമ്പറിലേക്ക് ബന്ധപ്പെടുന്ന സമയത്ത് എല്ലാവരും ആയിക്കോട്ടെ, ഞാൻ നിങ്ങളുടെ ആരുടെയും നമ്പറുകൾ സേവ് ചെയ്യാത്തതുകൊണ്ട് എപ്പോഴും പറയുന്നതാണ്. പിന്നെയും ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതുകൊണ്ടാണ്. ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് നിങ്ങളുടെ മെസ്സേജ് റീഡ് ചെയ്തിട്ട് പ്രയർ ലിങ്ക്, നമ്മുടെ പ്രാർത്ഥനയുടെ പ്രയർ ലിങ്ക്, നമ്മുടെ പ്രയർ ലൈൻ നമ്പറുകൾ, യൂട്യൂബിൻ്റെ, ഫേസ്ബുക്കിൻ്റെ, സൂമിൻ്റെ എല്ലാത്തിൻ്റെ ഐഡികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് വരുമ്പോൾ നിങ്ങൾ ചിലർ ലിങ്ക് എന്തെന്ന് ചോദിക്കരുത്. അതിൻ്റെ അകത്ത് ലിങ്കുണ്ട്. സൂമിൻ്റെ ലിങ്ക് ഉണ്ട്, യൂട്യൂബിൻ്റെ ഉണ്ട്, ഫേസ്ബുക്കിൻ്റെ ഉണ്ട്, പ്രയർ ലൈൻ നമ്പറുകളുണ്ട്. എല്ലാം അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പം ഞാൻ നമ്പർ ആരുടെ സേവ് ചെയ്യാത്ത നിങ്ങൾ ചിലപ്പോൾ എനിക്ക് പിന്നെ എന്തെങ്കിലും മെസ്സേജ് അയക്കുമ്പോഴും അത് റീഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അങ്ങനെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് അത്. അപ്പോൾ ഇനി കേൾക്കുന്നവർ പറയുന്നു, നിങ്ങൾക്ക് ആ വരുന്ന ലിങ്കിൽ തന്നെ പ്രയർ ലിങ്ക് ഉണ്ട്. സെപ്പറേറ്റ് പ്രയർ ലിങ്ക് അല്ല, അതിൻ്റെ അകത്ത് തന്നെ പ്രയർ ലിങ്കുകളുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഡീറ്റെയിൽസുകളുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥനയിലേക്ക് കയറാമെന്നാണ്. അതെപ്പോഴും ഓർത്തോണം. രണ്ടാമത്തെ ലിങ്ക് അല്ല. അത് തന്നെ അതിലെന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ ഞാൻ അപ്പം തന്നെ അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. ബ്രദർ
പ്രൈസ് ദി ലോർഡ് ബ്രദറെ. പിന്നെ ബ്രദറെ മെനഞ്ഞാന്ന് യൂട്യൂബിൽ ഷാർലറ്റ് എന്ന പേര് പറഞ്ഞിരുന്നു. കേട്ടില്ല സിസ്റ്ററെ, പേര് ക്ലിയർ ആയില്ല. അന്ന് കണ്ടുകൊണ്ടിരി കേട്ടില്ല. ഹലോ, ഷാർലറ്റ് എന്ന് പറഞ്ഞിരുന്നു ബ്രദർ. ഓക്കെ ഓക്കെ. മെനഞ്ഞാന്ന് യൂട്യൂബില് ഉം. ബ്രദർ പറഞ്ഞിരുന്നു. അപ്പൊ ഷാർലറ്റ് എന്ന് പറയുന്ന പേരുള്ള ഒരു മോളെയാണ് മോന് വേണ്ടി ആലോചനയായിട്ട് വന്നിരിക്കുന്ന വിവാഹാലോചന. അപ്പൊ 2 ദിവസം കൊണ്ട് അത് ഭയങ്കര വിഹിതമാണോ അത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആ സമയത്താണ് ഞാൻ പോലും പറയാതെ ഷാർലറ്റിന്റെ പേര് പറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി വരുന്നു പറഞ്ഞു. ഇന്നും ബ്രദറ് ഷാർലറ്റിന്റെ പേര് പറഞ്ഞു. അപ്പൊ ഞാനത് ഏറ്റെടുക്കുന്നു. ദൈവത്തെ മാത്രമല്ല ഇതിനു മുമ്പ് ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഏറ്റെടുത്തോണം. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവിയെ ആ മകന് വേണ്ടി തുറക്കും. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കട്ടായിപ്പോന്ന് എനിക്ക് തോന്നുന്നത്. പറഞ്ഞു ഇന്നലെ പറഞ്ഞേ ഒരു ദൈവാലോചനയില് ശ്രീജയും മകളെയും കർത്താവ് അനുഗ്രഹിക്കുന്നതായി പറഞ്ഞിരുന്നു. ഈ ആലോചന ഞാൻ ഏറ്റെടുക്കുകയാണ്. ആമേൻ. ശ്രീജ എന്റെ അമ്മയാണ്. എന്റെ അമ്മയ്ക്ക് ഇപ്പൊ ബയോപ്സി ചെയ്യാൻ വേണ്ടി ഡേറ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ 2 പെൺമക്കളുമാണ്. ഇതുവരെയായിട്ടും ഞങ്ങൾക്ക് ജോലി അങ്ങനെ ഒന്നും ആയതുമില്ല. പിന്നെ എന്റെ അമ്മയ്ക്ക് വേണ്ടി ഈ ബയോപ്സി ചെയ്യാൻ പോണ സമയത്ത് ബ്രദറിന്റെയും അവിടുത്തെ എല്ലാവരുടെയും കൂട്ടായ പ്രാർത്ഥന സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. തീർച്ചയായിട്ടും സിസ്റ്റർ അമ്മയോട് പറയണം കർത്താവ് അമ്മയുടെ ഈ രോഗങ്ങളെ യേശു ക്രൂശിൽ വഹിച്ചതാണ്. കർത്താവിന്റെ അടിപ്പിണരുകളാൽ അസുഖം മാറിയിരിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ ആരോഗ്യം എപ്പോഴും പറയണം. നിങ്ങൾ മരുന്ന് കിട്ടാത്ത ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾ അപ്പം പ്രാർത്ഥിക്കുന്നവരാകരുത്. ദിവ്യ ആരോഗ്യത്തിന് വേണ്ടി വിശ്വസിക്കണം. എല്ലാ ദിവസവും പ്രഖ്യാപിക്കണം. നിങ്ങളെ മേലെ അത് ആക്റ്റീവ് ആകും. ഞാൻ എല്ലാവരും കൂടെ പറയുന്നത് സിസ്റ്റർ അങ്ങനെ തന്നെ പറഞ്ഞോണം. അമ്മയെ ദൈവം ആരോഗ്യത്തോടെ മടക്കി തരുന്നതാണ് കേട്ടോ. യേശുവിന്റെ മുറിവ് ആരോഗ്യമാണെന്ന് പറഞ്ഞു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് വെനസ്ഡേ ഒരു ആലോചന ബ്രദർ യൂട്യൂബില് പറഞ്ഞിരുന്നു. ഹലോ, പറയാമോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. വെനസ്ഡേ ഒരു ആലോചന പറഞ്ഞിരുന്നു. അതായത് ഒരു സ്റ്റീലിന്റെ ഒരു ഇതില് ഇത് സാമ്പ്രാണിത്തിരി കത്തിച്ചു വെച്ചിരിക്കുന്നു ഡോറിന്റെ തൊട്ടു പുറകിലായിട്ട് എന്ന് പറഞ്ഞ ഒരു ആലോചന പറഞ്ഞിരുന്നു. അതായത് എൻ്റെ മോളുടെ ഒരു ഫ്രണ്ട് കുഞ്ഞാണ്. ഈ കുഞ്ഞ് വിശ്വാസത്തിലേക്ക് ഇടയ്ക്ക് അതിശക്തമായിട്ട് വിശ്വാസത്തിലേക്ക് വരികയും വചനങ്ങളെ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്ത് ഈ കുഞ്ഞിനോട് 2-3 ദിവസം ഞങ്ങൾ 2-3 പ്രാവശ്യം മോളും ഞാനും പറഞ്ഞതാണ്, മോളെ ഈ മീറ്റിങ്ങിൽ കയറ്, നിനക്ക് വചനം പഠിക്കാൻ പറ്റുമെന്ന്. അന്നേരം പറഞ്ഞു, ആന്റി അത് മലയാളത്തിലല്ലേ, അതെനിക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും എന്ന്. അന്നേരം മോളും ഞാനും പറഞ്ഞു, മക്കളെ ലാംഗ്വേജ് ഒരു ബാരിയർ അല്ല, നീ അത് കയറ്, ഹോളി സ്പിരിറ്റ് നിന്നെ ഗൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അവൾ അന്ന് യൂട്യൂബിലായിരുന്നു, ഞങ്ങൾ ലിങ്ക് അയച്ചു കൊടുത്ത്. ആ കുഞ്ഞ് ആ യൂട്യൂബിൽ ലിങ്ക് ഓപ്പൺ ചെയ്ത് കയറുമ്പോൾ തന്നെ ഇവക്കുള്ള ആലോചനയാണ് കേൾക്കുന്നത്. അതായത് ഇവിടെ ഭവനത്തില് ഇരിക്കുന്ന, ഞങ്ങൾക്ക് അവിടെ ആ ഭവനം അറിയത്തില്ല, ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അന്നേരം ബ്രദർ ഇങ്ങനെ പറയുന്നു, അവിടെ ഇങ്ങനെ ഒരു സ്റ്റീലിന്റെ ഇതിൽ സാമ്പ്രാണിത്തിരി ഇരിക്കുന്നു, കതകിന്റെ തൊട്ടു പുറകിലായിട്ടാണ് ചെറിയൊരു സ്റ്റൂളയിലാണ് ഇരിക്കുന്നത്. അവിടുത്തെ 2ാമത്തെ മോളെ കർത്താവ് തൊടുന്നു. അവളുടെ മേലുള്ള അതായത് ദുഷ്ടന്റെ ആശയൊക്കെ നശിച്ചു പോകും, അത് പല്ലുകടി ചുരുങ്ങി പോകും എന്ന ആ വചനം ഇങ്ങനെ പറയുന്നു. ആ കുഞ്ഞ് അന്ന് ഞങ്ങൾക്ക് 2 പേർക്ക് അന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ഞങ്ങൾക്കന്ന് ഡ്യൂട്ടി ഒക്കെ ആയിരുന്നു. എന്നിട്ട് ഈ കുഞ്ഞ് ഞങ്ങൾക്കത് പോസ്റ്റ് ചെയ്തു, ആന്റി എന്നോട് ഇന്ന് ദൈവം ഇന്ന് അരുളപ്പാട് നൽകി തന്നു, ഇന്ന് എനിക്ക് ആലോചന എനിക്ക് കിട്ടി എന്നും പറഞ്ഞ് ഈ കുഞ്ഞ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ അത് ഏറ്റെടുത്തു, നിന്നോട് കർത്താവ് വ്യക്തമായിട്ട് സംസാരിച്ചതാ അതെന്ന്. അത് കഴിഞ്ഞിട്ട് ആ കുഞ്ഞിന്റെ ഭവനത്തിനാണെങ്കിൽ ഭയങ്കരമായിട്ട് അന്ധകാര ശക്തികൾ ഭയങ്കരമായിട്ട് ഉള്ള ഒരു ഭവനമാണ്. അതായത് ഈ കുഞ്ഞിന് ഭയങ്കര ഡിപ്രഷനിലും ഒക്കെ ആയിരുന്നു. ഇങ്ങനെ കുഞ്ഞിനോട് വചനമൊക്കെ പറഞ്ഞ് ബലപ്പെടുത്തിയാണ് ഡിപ്രഷന്റെ മെഡിസിനൊക്കെ ആ കുഞ്ഞ് മാറ്റിയതും ഒക്കെ. അന്നേരം ഈ 2ാമത്തെ കുഞ്ഞിനും ഇതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു സാധാരണ പ്രവർത്തനം ആ കുഞ്ഞിന്റെ മേലുണ്ട്. ആ കുഞ്ഞ് പഠിക്കാൻ ബ്രില്യൻ്റ് ആണ്, എന്നാൽ പഠിക്കാനൊക്കെ പുറകിലോട്ട് പോയി. ആ കുഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം വചനം ഈ വെളിപ്പാട് വന്നതിന്റെ പിറ്റേ ദിവസം ഈ കുഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഭവനത്തിൽ വന്ന് ഞരമ്പ് മുറിക്കാൻ ഭാവിക്കുകയോ ഭയങ്കര ശബ്ദത്തിൽ കിടന്ന് അലറുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് കുഞ്ഞ് മെസ്സേജ് വിട്ടു. അപ്പം കുറെ വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, മക്കളെ ഈ ഇന്ന വചനങ്ങളൊക്കെ പറ. ഇപ്പൊ ഈ പ്രെയർ മീറ്റിങ്ങിന്റെ നമ്പർ ഞാൻ കൊടുത്തു, മക്കളെ ഈ നമ്പറിലോട്ടൊക്കെ നീ മെസ്സേജ് അയക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് ഒരു വിടുതൽ നൽകി തരും. അതിനു മുന്നമേ ബ്രദറിൽ കൂടി ആ കർത്താവ് ആലോചനയെ പറഞ്ഞതാണ് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഒരു അനർത്ഥം വരാനിരുന്നത് അത് മാറിപ്പോയതാണ് എന്ന് ആ കുഞ്ഞിനോട് പറയുവാനിടയാക്കി. ആ ദൈവത്തിന്റെ ആലോചനയെ ഏറ്റെടുക്കുന്നു.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയ സിസ്റ്റർ പറഞ്ഞത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്, നിങ്ങൾ കേട്ടല്ലോ. അപ്പം നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ലിങ്ക്, പ്രാർത്ഥന, ഒരാളെ വിളിക്കുമ്പോൾ അതൊക്കെ വലിയ പ്രവർത്തിക്ക് വേണ്ടി ദൈവം വേർതിരിക്കുന്നത്. പ്രിയ സിസ്റ്റർ പറഞ്ഞത് തന്നെ മകളോട് പറഞ്ഞു. അപ്പം മലയാളം അറിയത്തില്ല, അത്ര ഇതല്ലായിരുന്നു. പക്ഷേ എങ്കിലും അവർ നിർബന്ധിച്ച് എൻ്റെ എന്ത് ചെയ്തു, ലാംഗ്വേജ് ഒരു ബാരിയർ അല്ല എന്ന് പറഞ്ഞു. സത്യമാണ്, പരിശുദ്ധാത്മാവിനൊന്നും ഒരു ബാരിയറും ഇല്ല. അന്ന് ആ ആലോചന കയറി. ഞാൻ പറഞ്ഞു, നിങ്ങളെ വ്യക്തിപരമായിട്ട് നിങ്ങളിപ്പം നമ്മൾ ഇതിനകത്ത് ആലോചന കേൾക്കുമ്പം നമുക്ക് നിസ്സാരമെന്ന് പലർക്കും വേണേൽ കളിയാക്കാം, അല്ലേ? പലർക്കും വേണേൽ പരിഹസിക്കാം. പക്ഷേ ദൈവം, പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്ത് കാണിക്കുമ്പോൾ ആ സമയത്ത് ഞാൻ എന്താണോ കാണുന്നത്, ആ വ്യക്തിയുമായിട്ട് കുടുംബത്തിൽ എന്താണോ കാണുന്നത്, അതാണ് വിളിച്ചു പറഞ്ഞ പ്രയാസം പറഞ്ഞ പോലെ തന്നെ ആ മകൾ ആദ്യമായിട്ട് പ്രാർത്ഥന കയറി ഇന്ന് പറഞ്ഞ സകല അടയാളങ്ങളും വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ, അതിൻ്റെ എല്ലാ രീതികൾ, അതിൻ്റെ അകത്ത് രണ്ടാമത്തെ മകളെ ദൈവം തൊടാൻ വേണ്ടി പോകുന്നു പറഞ്ഞു. അവളെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനം നിസ്സാര കാര്യമല്ല. ഡിപ്രഷൻ കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനം ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചെറിയ കാര്യമല്ല. അപ്പം ഡിപ്രഷൻ ഒരു പിശാശാണ്. വീണ്ടും ഞാൻ എടുത്ത് പറയുന്ന, ഡിപ്രഷൻ ഒരു പിശാശാണ്, ഒരു ദുരാത്മാവാണ്. ആ മനുഷ്യനെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദുരാത്മാവാണ്. യേശു പറഞ്ഞിട്ടില്ല, ആ മകൾ ഹോസ്റ്റലിൽ നിന്ന് വന്ന് കൈ മുറിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ആ ഭവനം തകർന്ന് നശിക്കാൻ വേണ്ടി ആ സിസ്റ്റർ പറഞ്ഞ പൈശാചിക ബന്ധനങ്ങളെ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറുന്നു. മരണത്തിലേക്ക് ഒരാൾ കൈ ചുമ്മാ മുറിക്കോ? ഇല്ല. ഒരാൾ ചുമ്മാ തീരുമാനിക്കുക. ഡിപ്രഷനിൽ നിന്ന് നമ്മളെ മരണത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്ന ആ ദുരാത്മാവാണ് കുടുംബത്തിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ ദൈവം തൊട്ടത്. ആ മകളെ ഇനിയും ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. ഒന്നും നമുക്കൊരു ബാരിയർ അല്ല. യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ തൊടും. അത് ഒരു ലാംഗ്വേജും അറിയത്തില്ലെങ്കിൽ നിങ്ങൾ കേൾക്കുക. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പരിമിതിയുണ്ട്. എനിക്ക് വലിയ ലാംഗ്വേജ് ഉള്ള മനുഷ്യൻ, മലയാളം അല്ലാതെ മറ്റു ലാംഗ്വേജ് എനിക്ക് അത്ര അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പാണ്, ഏത് രാജ്യക്കാരൻ വന്നാലും പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉള്ളത് കൊണ്ട് ദൈവം സംസാരിക്കും. അപ്പോസ്തല പ്രവൃത്തിയിൽ പോലെ അറേബ്യരുടെയും മേദ്യരുടെയും മെസ്സപ്പൊട്ടോമിയരുടെയും ഭാഷയിൽ പഠിപ്പില്ലാത്ത സാമാന്യ മനുഷ്യരായ ശിഷ്യന്മാർക്ക് പറയാൻ പറ്റിയെങ്കിൽ അതേ ആത്മാവ് നിങ്ങളുടെ മേലുകൊണ്ട് രാജ്യങ്ങളിൽ പോയി പ്രവചനം പറയും, ആലോചന പറയും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. അനേകരെ ബലപ്പെടുത്തുക, അനേകർക്ക് സാക്ഷിയാകുക യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഹലോ, പ്രൈസ് ബ്രദർ. എന്റെ പേര് അഭിജിത്ത് എന്നാണ്. ഹലോ. ഇന്നലെ എന്റെ ബ്രദർ പറഞ്ഞപ്പോൾ 1960 ഇന്നലത്തെ മെസ്സേജിനകത്ത് 1969 മെയ്യിൽ ജനിച്ചൊരു വ്യക്തിയെ കർത്താവ് ഇടപെടുമെന്ന് പറഞ്ഞായിരുന്നു. എന്റെ അമ്മയാണ്. 1969 മെയ്യിലാണ്. അപ്പൊ ഞാനത് ഏറ്റെടുക്കുന്നത്. എനിക്കാണെ വർഷങ്ങളായിട്ട് ജോലി ഇല്ലാത്തതുകൊണ്ട് എന്നെ ഓർത്ത് ഭാരമാണ് എന്റെ മാതാവിന്. നിന്ന ദൈവം മാറ്റാൻ വേണ്ടി ബ്രദറെ ആ പ്രവചനം ഏറ്റെടുത്തണം കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ട്. എന്റെ റൈറ്റ് സൈഡ് കൈയുടെ അടിയിലായിട്ട് ബ്രസ്റ്റിന്റെ സൈഡിലായിട്ട് 2-3 ദിവസം ഉണ്ട്, കുറച്ച് ദിവസം ഉണ്ട് പെയിൻ ആയിരുന്നു. പിന്നെ ഭയങ്കര ഒരു ദിവസമായപ്പോ പ്രയറിന്റെ സമയത്ത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത പെയിൻ ആയിരുന്നു. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ച്, എന്റെ കർത്താവ് എന്റെ വേദന സഹിച്ച്, എന്റെ രോഗത്തെ അവിടെ നിന്ന് വഹിച്ച് എന്റെ വേദന സഹിച്ചതിനാൽ ഇനി ഒരു രോഗത്തിന്, ഒരു രോഗശക്തിക്ക് എന്റെ മേൽ അവകാശമില്ല. അവിടുത്തെ തിരുമുറിവിനാലും തിരുരക്തത്താലും എനിക്ക് സൗഖ്യം തന്നിരിക്കുന്നു പറഞ്ഞു. ആ വേദന ഇപ്പൊ എനിക്ക് അല്പം പോലും ഇല്ല. അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡിന് ഒരു CT സ്കാൻ ഉണ്ടായിരുന്നു. പുള്ളി RCC പേഷ്യന്റ് ആണ്, എന്നാലും വേറെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സ്കാൻ ചെയ്ത്, അപ്പൊ ഒന്നുമില്ല, ലീഷൻസ് ഒന്നും ആയിട്ടില്ല എന്നുള്ള റിസൾട്ടാണ് കിട്ടിയതും. അത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ഇത് പറഞ്ഞിരുന്നു, ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞ ഒരു ആലോചന പറഞ്ഞ് 52 വർഷമായിട്ട് ഒരു കേസ് നടക്കുന്നത്, അതെല്ലാം ഒത്തീർപ്പാവുമെന്ന്. പക്ഷെ ഞാൻ അത് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇതുവരെ ആയില്ല. എന്റെ ഹസ്ബൻഡാണ് എന്നും ആ വില്ലേജ് ഓഫീസിൽ ഒരു പേപ്പറിന് വേണ്ടി ഇറങ്ങി കയറുന്നുണ്ട്. അപ്പൊ ഇന്ന് ആ ആലോചനയും ബ്രദർ പറഞ്ഞു, അത് ഞാൻ ഏറ്റെടുക്കുന്ന. അത് നമുക്ക് ഊട്ടി ഉറപ്പിക്കുകയാണ്. പറഞ്ഞ പോലെ തന്നെ ഒരാളുടെ മുമ്പിൽ പോയി നമ്മൾ ഇനി കയറി ഇറങ്ങണ്ട. നമ്മൾ ഒന്ന് അപേക്ഷ കൊടുക്കുക, അവിടെ പറയുക. പിന്നെ നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ മുറിയിലാണ് യുദ്ധം ചെയ്യുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് പറയണം, എന്റെ പേപ്പർ ഇനി ആരൊക്കെ തടയാൻ നോക്കിയാലും. ഇപ്പൊ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഈ സിസ്റ്റർ 52 വർഷമായിട്ടുണ്ടായിരുന്ന കേസിന്റെ കാര്യം വല്ലതും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഹസ്ബൻഡിന്റെ പേര് വല്ലതും? ഇല്ല. സിസ്റ്റർ പറഞ്ഞ ഹസ്ബൻഡിന്റെ പേര് വെളിപ്പെട്ടായിരുന്നു അല്ലേ? ഈ വിഷയം വെളിപ്പെട്ടായിരുന്നു അല്ലേ?
സിസ്റ്റർ പറഞ്ഞു. അപ്പൊ കർത്താവ് നമ്മളെ ആരുടെയും മുമ്പിൽ തലകുനിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെ ദൈവം രോഗിയാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി മുതൽ പ്രാർത്ഥനാ മുറിയിൽ ഏത് വില്ലേജ് ഓഫീസറാണെങ്കിലും എത്ര അധികാരിയാണെങ്കിലും എനിക്ക് ദൈവം, ബൈബിളിൽ പറഞ്ഞ ദൈവം നമുക്ക് അനുകൂലം, റോമാലേഖനം 8-ാം അധ്യായം, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായിരുന്നു അത് വിശ്വാസത്തിൽ പ്രഖ്യാപിച്ചോണം. എനിക്ക് ദൈവം അനുകൂലമാണ്. ഒരു പേപ്പറും ഒരു ശക്തിയും ഒരു മനുഷ്യനും ഒരു അധികാരിയും എനിക്ക് പ്രതികൂലമായി നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ അത്ഭുതം കാണാ വചനം പ്രഖ്യാപിച്ചോണം. റോമർ 8:28 റീത്ത സൗകര്യ വാക്കി ഇട്ടിട്ടുണ്ട്. അത് ഏറ്റെടുത്തോണം. ദൈവം സാക്ഷ്യമാക്കി മാറ്റും. ഗോഡ് ബ്ലെസ് യു. മക്കള് കർത്താവ് കൊടുത്ത ആ സൗഖ്യത്തിന് നന്ദി. പറഞ്ഞ തന്നെ കൈക്ക് ഭയങ്കര വേദനയായിരുന്നു, സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. പക്ഷെ കർത്താവിന്റെ വചനം പറഞ്ഞു, യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞു. ദൈവം മാനിച്ചു. സൗഖ്യം കൊടുത്തതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. തലമുറകളൊക്കെ ദൈവം തൊടും കേട്ടോ, സാക്ഷ്യമാക്കി മാറ്റും. ഇടയ്ക്ക് കട്ടായി പോയിരുന്നു. എനിക്കൊരു സാക്ഷി പറഞ്ഞു. ഒരു സാക്ഷി പിന്നെ പറഞ്ഞിരുന്നു, ഒരനർത്ഥവും എനിക്ക് വരികയില്ല, ബാധയും എന്റെ കൂടെ അടുത്തില്ലെന്ന് പറഞ്ഞോളൂന്ന്. ഞാൻ ഇതും പറയുമായിരുന്നു. പറഞ്ഞപ്പോ പിന്നെ അടുത്തുള്ള മരങ്ങൾ മുറിച്ച് ഞാൻ അറിഞ്ഞില്ല, 4 മുറിച്ച് മാറ്റി. പക്ഷെ നമ്മുടെ വീട് കാണാത്ത രീതിയിൽ 2 മുറിയായിട്ട് വെച്ചു. അതിനടുത്ത് നിന്ന് മുറിച്ച കൂട്ടത്തിൽ പ്ലാവും തേക്കും കൂടെ അതിന്റെ മുകളിൽ വീണ് വീടിന്റെ ഒരു സൈഡിൽ ഇടിയും എല്ലാം ഇതായി പോവുകയും ചെയ്തു. പൊട്ടലും വീണ് എല്ലാം പോയി. കഥ ഒരു ഇല പോലും ഇതിനകത്ത് സമ്മതിച്ചില്ല. അങ്ങനെ ഒരു അത്ഭുതം ഈശോ ചെയ്തു. നമുക്കൊരു മറവായിട്ട് നിൽക്കും ആ വീടിലും. പക്ഷെ ദൈവം നമുക്ക് ഒരാൾക്കും വരാതെ ഒരു ബാധയും നമ്മുടെ ഉപകാരത്തിൽ എടുക്കാതെ ഈശോ അത്ഭുതം ചെയ്തു. അത് അതിന്റെ മുമ്പ് വലിയൊരു അത്ഭുതമാണത് നമുക്ക് ദൈവം തന്നത്. ആമേൻ. യേശുവിന്റെ നാമത്തിൽ യേശു പറഞ്ഞത് തന്നെ ദൈവം മാനിക്കുന്ന ദൈവമാണ്. അനർത്ഥം നമുക്ക് സംഭവിക്കാതെ ദൈവം സൂക്ഷിച്ചല്ലോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇനി അനേകർക്ക് സാക്ഷ്യമാക്കി സ്വർഗം മാറ്റും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ബ്രദറെ പിന്നെ ഒരു മിനിറ്റ് സിസ്റ്റർ പറഞ്ഞു. ബ്രദറെ വാഹനം കൊടുത്തപ്പോൾ പുതിയ വാഹനത്തിന് അപേക്ഷിച്ചപ്പോൾ നമ്മള് നാട്ടിൽ മോനുണ്ടെന്നും കുറെ അതിന്റെ പുറവെ കുറെ ന്യൂനതകളൊക്കെ പറയണമെന്നുള്ള ഇത് വന്നു ലോണിന്റെ കാര്യത്തിനൊക്കെ. അപ്പൊ വാഹനത്തിനായിട്ടുള്ള വാഹനം നമുക്ക് നുണ പറഞ്ഞു വേണ്ട, അല്ലാതെ ദൈവം തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യത്തിനായിട്ട് വെച്ചിട്ടാണ് ബ്രദറെ മാറാനായിട്ട്. ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ. ഞങ്ങള് വീട്ടില് ഭാര്യയും ഞാനും 1 വർഷത്തോളമായിട്ട് നമ്മുടെ പ്രാർത്ഥനയിൽ കൂടുന്നുണ്ട്. അപ്പം ഒരു ദിവസം ബ്രദറ് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ വാതിലുകൾ തുറക്കുന്നു, അടച്ചിട്ടുള്ള വാതിലുകൾ തുറക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് കുറച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഒന്ന്, എനിക്ക് സർക്കാരിൽ നിന്ന് കുറച്ച് പൈസ കിട്ടാറുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും 1 വർഷമായിട്ട് മുടങ്ങിക്കിടന്നത് ഈസി ആയിട്ട് കിട്ടി. രണ്ടാമത്തത്, ഞങ്ങൾ 10-20 വീട്ടുകാർ ഉപയോഗിക്കുന്ന ഒരു റോഡുണ്ടായിരുന്നു, കല്ലും മണ്ണും പൊടി ആയിട്ട് വലിയ കുഴിയൊക്കെ ആയിട്ട് കിടന്ന്. അത് പഞ്ചായത്തിൽ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ട് 2-3 പേര് തടസ്സം നിന്നുകൊണ്ട് നടന്നില്ല. ഏതായാലും 3-4 ദിവസം കൊണ്ട് ഈ റോഡ് ഞങ്ങള് 4-5 പേര് കൂടി കോൺക്രീറ്റ് ചെയ്ത് നല്ല വഴി, അടിപൊളി വഴിയാക്കി. അങ്ങനെ ദൈവം അനുഗ്രഹിച്ചു. ഇനി ഒരു 2-3 വാതിലുകൾ കൂടി തുറക്കാനുണ്ട്. മക്കൾക്ക് ജോലി കിട്ടണം, ഞങ്ങൾക്ക് സ്ഥലം വിറ്റ് പോകണം, അങ്ങനെ കുറച്ച് ഡോറുകൾ തുറക്കാനുണ്ട്. ഏതായാലും ഈ 2 കാര്യങ്ങൾ സാധിച്ചത് വലിയ അത്ഭുതമാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ റോഡ്. ഏതായാലും ദൈവത്തിന് നന്ദി കർത്താവ്. പ്രിയ ബ്രദർ പറഞ്ഞുള്ളത് തന്നെ, വഴികൾ തുറക്കാൻ വേണ്ടി പോന്ന് പറഞ്ഞു. അതിന്റെ ഒന്നാമത്തെ സൈനായിട്ട് ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുള്ളത് 1 വർഷമായിട്ട് മുടങ്ങി കിടക്കുമായിരുന്നു. അത് ഈസി ആയിട്ട് കർത്താവ് തുറക്കാൻ ഇടയാത്തീർന്നു. വഴിയുടെ കാര്യമായിക്കോട്ടെ, നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, നമ്മളെപ്പറ്റി ദൈവം പറയുന്നു അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അത് കുടുംബത്തിലായിക്കോട്ടെ, ആത്മീയമായിക്കോട്ടെ, ഭൗതികമായിക്കോട്ടെ, എല്ലാ മേഖലയിലും പുഷ്ടി പ്രാപിക്കും. ഇനിയും കർത്താവ് നന്മളാൽ നിറയ്ക്കും ബ്രദറെ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? എനിക്കൊരു സാക്ഷ്യം പറയണം ബ്രദറെ. പറഞ്ഞു സിസ്റ്റർ. ഹലോ, പറഞ്ഞു കേൾക്കുന്നുണ്ട് സിസ്റ്റർ. ഇന്നലത്തെ മീറ്റിങ്ങില് ഇതുപോലെ എന്റെ ഹസ്ബൻഡിന്റെ പേരാണ് ബോബി. അപ്പോ എന്റെ വീട്ടിൽ എന്റെ അമ്മ മരിച്ചുപോയി. അമ്മയുടെ ഫോട്ടോ
പിന്നെ ഇവിടെ വച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു സ്ഥലത്തും ഫോട്ടോ വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ബ്രദറിന്റെ വീട്ടിലും വച്ചിട്ടുണ്ട്. പിന്നെ അത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ വളരെയധികം രോഗങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി. ചേട്ടന് ക്യാൻസറിന്റെ അത് ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു. പെട്ടെന്ന് അത് കാണിക്കുകയും അത് ഓപ്പറേഷനൊക്കെ കഴിയും. RCCയിൽ പോയപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇത് 6 മാസത്തിലൊരിക്കൽ അത് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ ഞാനും കഴിഞ്ഞ 9 മാസം കൊണ്ട് ആദ്യം ഒരു യൂറിനറി ഇൻഫെക്ഷൻ വന്നതാണ്. അത് കഴിഞ്ഞ് സാധാരണ യൂറിനറി ഇൻഫെക്ഷൻ പോലെയുള്ള പ്രശ്നമല്ല, എനിക്ക് എന്തെന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ വളരെയധികം പ്രതികൂലങ്ങളിലൂടെ ഡിപ്രഷനിലൂടെ ഒക്കെ കടന്നുപോയി. ദൈവം ഒത്തിരി വിടുതൽ തന്നിട്ടുണ്ട്. ഇപ്പം കണ്ണിന് രക്തോട്ടം കുറവ്, യൂറിക് ആസിഡ് നോർമൽ അല്ല. എനിക്ക് വളരെയധികം പ്രയാസം അനുഭവിക്കുന്നു. മറ്റേ എനിക്ക് എരിവുള്ള ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. വയറിനല്ല, അല്ലാതെ വളരെ ബുദ്ധിമുട്ടുണ്ട്. അത് പൂർണ്ണമായും മാറുവാൻ പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. കർത്താവ് ഇനിയും സഹായിക്കും. വലിയ പ്രവൃത്തികളാൽ സ്വർഗം നിറയ്ക്കാൻ ഇടയായിത്തീരും. ദൈവത്തിന്റെ വലിയ മഹത്വം ദൈവം ചെയ്യും കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക. ഇത്രയും ചെയ്ത ദൈവം നമുക്ക് വേണ്ടി ഇനിയും പ്രവർത്തിക്കും. നമ്മളെ ദൈവം സാക്ഷിയാക്കി മാറ്റും. അത്ഭുത പ്രവർത്തിക്ക് വേണ്ടി ദൈവം ഒരുക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ഉണ്ട് ബ്രദറെ, സാക്ഷ്യമല്ല, ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഇതിൽ കയറുന്നത്. എൻ്റെ മോൻ്റെ ഒരു വിഷയത്തിന് വേണ്ടായിരുന്നേ. അവനും +2 ജയിക്കുകയില്ലെന്ന് പറഞ്ഞ് ഒരു ഇരുന്നിടത്ത് പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് മാത്രം അവൻ +2 സയൻസ് ഗ്രൂപ്പാണ് എടുത്തിരിക്കുന്നത്. 61% മാർക്ക് ദൈവകൃപയാൽ അവന് കിട്ടി. അപ്പോൾ ഒരു പുതിയൊരു കോഴ്സ് എടുക്കാനായിട്ട് ആകെപ്പാടെ കൺഫ്യൂഷനിൽ ഞാൻ ഇരിക്കുക. അപ്പോൾ ഒരു ഫുഡ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സിന് ആപ്ലിക്കേഷനൊക്കെ കൊടുത്തേ. പക്ഷെ എല്ലാവരോടും ചോദിച്ചപ്പോൾ അത് നല്ല കോഴ്സാണ്, പക്ഷെ അതിന് ജോലി സാധ്യത കുറവാണെന്ന് പറയുന്നു. എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അവൻ ഇനി അടുത്ത് എന്ത് പഠിപ്പിക്കണം ഇവിടുന്ന്. ഇത് ദൈവാലോചന എനിക്ക് കിട്ടണം. അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ബ്രദർ അവന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം. മോന്റെ പേര് ബേസിൽ മനോജ് എന്നാണ്. ഹരിപ്പാടാണ് അവരുടെ വീട്. ഞാനിപ്പം ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവന് മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയോണം. അതിൽ അവൻ ശോഭിക്കും. ദൈവം അവനെ സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ഇപ്പൊ പറഞ്ഞ ഫീൽഡല്ല, മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ദൈവം അവനെ സാക്ഷിയാക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്കിന്ന് പിന്നെയും സമയങ്ങൾ മുന്നോട്ട് പോയതുകൊണ്ട് ബാക്കി സാക്ഷ്യങ്ങൾ നമുക്ക് തുറമാനമായിട്ട് പിന്നെയും കേൾക്കാം. വലിയ പ്രവൃത്തികളാൽ സ്വർഗം നിറയ്ക്കുവാൻ ഇടയായിത്തീരും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. നമുക്ക് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ പോകാം. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം കേൾക്കുന്നവരും വലിയ തിരിച്ചറിവാണ് നമുക്ക് ദൈവം തരുന്നത്. ഉറപ്പാണ് തരുന്നത്, സുരക്ഷിതത്വമാണ് തരുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് രോഗസൗഖ്യം ദൈവം തരുന്നുണ്ട്, പ്രവചന ആലോചന ദൈവം തരുന്നുണ്ട്, അത്ഭുതങ്ങൾ ദൈവം നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഈ കർത്താവിനെയാണ് നാം വിളിക്കുന്നത്. തകരാനോ നശിക്കാനോ അല്ല, നീ നശിച്ചു പോകുകയില്ല എന്ന് കർത്താവിൻ്റെ വചനം പറയുന്ന പോലെ നശിക്കാനല്ല കർത്താവിനെ വിളിക്കുന്നത്, അത്ഭുത സാക്ഷിയാകാൻ വേണ്ടിയാണ്. ദൈവം നമ്മളെ മാനിക്കും. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിക്കും. എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പ്രയറിൻ്റെ ലിങ്ക് വരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഒത്തിരി ആൾക്കാർ കഴിഞ്ഞ ദിവസം 2 ദിവസം പ്രയർ ഇല്ലാത്തതുകൊണ്ട് മെസ്സേജ് അയച്ചുകൊണ്ടേയിരുന്നു. പ്രയറില്ലേ ഇങ്ങനെ കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടെ കുഞ്ഞിന് ജനനവുമായിട്ട് സംബന്ധിച്ച് അവിടെ ഹോസ്പിറ്റലിലായിരുന്നു. എനിക്കൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് പറയുന്നത്. ഗ്രൂപ്പിൻ്റെ ലിങ്കുകളുണ്ട് ആ ഡിസ്ക്രിപ്ഷനിൽ തന്നെ, പ്രയർ ലിങ്കിൽ തന്നെ. അതാകുമ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസുകൾ പ്രയർ ഇല്ലെങ്കിലോ പ്രയർ ഇല്ലെങ്കിലല്ല, പ്രയർ മാറ്റം ഉണ്ടെങ്കിലോ സമയവ്യത്യാസം ഉണ്ടെങ്കിലോ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ ഏതെങ്കിലുമൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഡീറ്റെയിൽസുകളുണ്ട്. അപ്പോൾ അതിലാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. എനിക്ക് ഒരാൾക്ക് വ്യക്തിപരമായിട്ട് പറയാമെന്നുള്ളത് നമുക്കറിയാം, അസാധ്യമാണ്. എല്ലാവർക്കും ഇല്ല എന്ന് അല്ലെങ്കിൽ മാറ്റം ഉണ്ടെന്ന് അയക്കുന്നത്. അതുകൊണ്ട് ഗ്രൂപ്പ് ആഡ് ചെയ്ത് ഗ്രൂപ്പിലേക്കാണ് വരുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് നന്ദിയോടെ പറയാം. വൻ പ്രവർത്തികളാൽ കർത്താവ് നിറയ്ക്കും. യൂട്യൂബിൽ ലൈവിൽ വന്ന് സാക്ഷ്യം പറയുവാൻ സ്വാതന്ത്ര്യമില്ലാത്തവരാണ്. അവസരം നിങ്ങൾക്ക് ഉള്ളവർക്ക് മസ്റ്റായിട്ട് നിങ്ങൾ സാക്ഷ്യം പറയണം. കാര്യം യേശു നമ്മളെ ഉയർത്തുന്ന സാക്ഷ്യമാണ്. അതുകൊണ്ട് അല്ലാത്തവർ, നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രയർ ലൈൻ നമ്പറുകളിലേക്ക് നിങ്ങളുടെ സാക്ഷ്യങ്ങളെ അയയ്ക്കുക. കർത്താവ് സാക്ഷി അയക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ കർത്താവ് ചെയ്തത് അത് നിങ്ങൾ പറയുക. ഒത്തിരി നമ്മൾ ദീർഘിപ്പിക്കുന്നതിനല്ല, ദൈവം എന്താണോ ചെയ്തത് സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ദൈവം നമുക്ക് ചെയ്യുന്നതാണ്. വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ആ ഒരു പ്രാർത്ഥന, ആ ഒരു സമാധാന അന്തരീക്ഷത്തിൽ, അല്ലെങ്കിൽ ദൈവം ഒരു ആലോചന ഇടപെട്ടതോ ദൈവം പറഞ്ഞ കാര്യങ്ങളോ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മളെ ലാഘവത്തോടെ മനസ്സിലാക്കണം. കർത്താവ് എന്നോട് ഇടപെട്ടതിൻ്റെ രീതിയിൽ സന്തോഷത്തോടെ ആ സൗമ്യതയോടെ തന്നെ നിങ്ങൾ സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാകണം.
ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കുണ്ടാകും. ഈ നിമിഷം തന്നെ വിശ്വസിക്കുന്നവരെല്ലാം എല്ലാ സ്ഥലത്തും ഇരുന്നുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ലഭിച്ചു